ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ. വൻകിരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ. തുണയാരുളോ വൻകിരിയിൽ എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴൂ യഹോവയേ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴൂ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടു. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടു. ഉയർത്തിയിടും ഞാൻ തുണയാരുളോ. ഓ ഉയർത്തിയിടും ഞാൻ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റിയാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സദസ്സിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷിച്ചിന്ന് പകലിലത്തെയും രാത്രിയിലത്തെയും ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിബിൻ ജോർജ് കുമരകത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത് പകൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായും കർത്താവിന് മഹത്വം പറയുന്നു. ഇന്ന് പകലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്തദാസന്മാരെ ദൈവം അതാത് സമയങ്ങളിൽ നമ്മുടെ മധ്യ അയച്ച് വിലപ്പെട്ട വ്യത്യസ്തമായ ദൈവീക സന്ദേശങ്ങൾ കർത്താവ് നമ്മെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന, ശക്തി പ്രാപിക്കുന്ന ദൈവിക ദൂതുകൾ ആത്മാവ് നമുക്ക് കൈമാറുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അലിസ്തോത്രം ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. സന്തോഷമുള്ളവർ അലിസ്തോത്രം എന്നോട് പിണക്കമില്ലാത്ത എല്ലാവരും കൂടെ ഒന്ന് കരവർത്തി സ്തോത്രം ചെയ്താട്ടെ. അലിസ്തോത്രം, ഹല്ലേലൂയ. അലിസ്തോത്രം പിടക്കമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ കാര്യങ്ങളൊക്കെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. സഹകരിക്കുന്നവർക്ക് ഏറെ നല്ലത്. കർത്താവ് എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിബിൻ ജോർജ് അവരുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അലിസ്തോത്രം ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ സഹോദരങ്ങളെ പോലെ പല വേദികളിൽ മാറി തിരിഞ്ഞു. ഇന്ന് ഞാനെങ്കിൽ നാളെ ബിബിൻ ജാൻ പ്രസംഗിക്കും. അലിസ്തോത്രം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ശുശ്രൂഷകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുവാനും സഹകരിപ്പാനും, ഞാൻ പോകാൻ പറ്റാത്തടത്ത് അച്ഛനും പോകാൻ പറ്റാത്തടത്ത് ഞാനും മാറി മാറിയൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള സഭകളിലൊക്കെ അനേക തവണ കടന്നു വന്ന് ശുശ്രൂഷിക്കാൻ കർത്താവിൻ്റെ ദാസൻ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സഭയിൽ തന്നെ അനേക പ്രാവശ്യം കടന്നു വന്ന് ദൈവജനം ശുശ്രൂഷിച്ചല്ലോ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് അപ്പുറത്ത് നടന്ന ഉപവാസ പ്രാർത്ഥനയിലും നമ്മുടെ മധ്യ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ച കർത്തദാസനാണ്. അതുകൊണ്ട് കൂടുതൽ കർത്തദാസനെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. തുടർന്നുള്ള സമയം കൂടുതൽ മുഖവരുകൾക്കൊന്നും പ്രാധാന്യതകളില്ലല്ലോ. അതുകൊണ്ട് തുടർന്നുള്ള സമയം ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവജനം ശ്രവിക്കാമല്ലോ.
ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യവും കൂടെ കർത്താവിൻ്റെ തിരുവെഴുത്തുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. പ്രാർത്ഥനയോടെ ഇന്ന് പകൽ കടന്നു വന്ന ദൈവമക്കൾക്ക് വലിയ ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. വിശേഷാൽ ഈ സഭയിൽ ഞാൻ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് പകൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന ഈ സഭയുടെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജോയിൻ പാസ്റ്റർ, ഞങ്ങൾ ശുശ്രൂഷാ മുഖത്താണ് പരിചയപ്പെടുന്നത്. ആ ഒരു ആത്മീയ ബന്ധം ഇന്നയോളം ആ സ്നേഹത്തിലും നിലകൊള്ളുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം. പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് മുമ്പും പുറകും ശുശ്രൂഷിപ്പാൻ അവസരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ദൈവദാസൻ മുഖബരയിൽ പറഞ്ഞതുപോലെ ആ സ്തോത്രം വളരെ ആത്മാർത്ഥമായ നിലകളിൽ ശുശ്രൂഷാ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഒരുക്കുന്നു. ഇന്ന് പകൽ ഈ യോഗം കർത്താവിനാൽ ഒരുക്കപ്പെട്ടതിനായി സ്തോത്രം. ഈ സഭയിലെ വളരെ ദൈവപരിജ്ഞാനത്തോടെ വചനത്തിൻ്റെ നിറവോടെ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെ ഓർക്കുന്നു. കർത്താവ് നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഷിക്തന്മാരിലൊക്കെ കേട്ട ദൈവാലോചനകൾ നിങ്ങൾക്കേറെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ദൈവാത്മാവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലും പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ തന്ന ചില ആലോചനകൾ നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കിതിനകത്തായിരിക്കണം. ഹല്ലേലൂയ. ഒന്നിനാലും നാം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര ദൈവമക്കളത് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ പരാജയപ്പെടുത്തണമെന്ന് പിശാച് പദ്ധതിയിടുമ്പോൾ നിന്നെ എത്രത്തോളം മാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. ആമേൻ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അപമാനകരമായ നിലകളിൽ നിന്നെ ഒതുക്കുവാനും മുടിക്കാനും കയറി വന്ന സാത്താന്യ തന്ത്രങ്ങൾക്ക് നടുവിൽ നിന്നെ ജയത്തോടെ നടത്തിയ ഒരു ദൈവമുണ്ട്. അവൻ്റെ മുഖത്ത് നോക്കി അവനെ നോക്കി ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഉടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് ജയത്തിന്റെ പകലാണെന്ന് ചൂടാരാവാന ഹർത്തരാജരാധര ആത്മനിറവോടെ ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49:22 50-ാം അധ്യായം 22-ാമത്തെ വാക്യം. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അപ്പോൾ യോസേഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് മതി. ഇനി അതിന്റെ 50-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം കൂടെ. യോസേപ്പ് അവന്റെ പിതൃഭവനം മിസ്രൈമിൽ പാർത്തു. യോസേപ്പ് 110 വയസ്സ് സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിന്റെ മൂന്നാം ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല വേദഭാഗത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു ലഘുവായ ഒരു ആത്മീയ സന്ദേശം പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ചില ദൂതുകൾ വ്യക്തിപരമായി പറഞ്ഞ് ഒരു ഉണർവോടുകൂടി നമുക്ക് ആരാധിച്ച് പകൽ സെക്ഷൻ അവസാനിപ്പിക്കാം. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം. സ്തോത്രം. എന്താണ് ആ ഫലമെന്നുള്ളതാണ് 50-22 മുതൽ പറഞ്ഞിരിക്കുന്നത്. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. യോസേപ്പിൻ്റെ ആത്മീയ ജീവിതത്തെ, യോസേപ്പിൻ്റെ ഭൗതിക ജീവിതത്തെ ദൈവം എടുത്തു വയ്ക്കുന്നത് പ്രവചനം പറയുമ്പോൾ അപ്പൻ പറയുന്ന പ്രവചനത്തിനകത്ത് യോസേപ്പ് ഒരു
ഫലപ്രദമായ വൃക്ഷമാണ്. ഒരാമേ പറഞ്ഞാട്ടെ. ആമേൻ. ഉലഞ്ഞു പോകാത്തൊരു വൃക്ഷം, വാടിപ്പോകാത്തൊരു വൃക്ഷം, വേരറ്റു പോകാത്തൊരു വൃക്ഷം, ഉണങ്ങാത്ത ഒരു വൃക്ഷം. അർത്ഥാൽ എന്തുകൊണ്ടും നല്ല തിളക്കത്തോടെ നിൽക്കുന്ന ഒരു വടവൃക്ഷം പോലെ യോസേപ്പിനെ കുറിച്ചുള്ള ആലോചന അപ്പന്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കണമെങ്കിൽ അവൻ പ്രതികൂലത്തിനകത്തും ഫലം കായ്ക്കുന്നവനായിരുന്നു. ഒരാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ നമ്മൾ പലപ്പോഴും ഫലമുള്ളവരാന്ന് പറയുന്നുണ്ട്, അല്ലേ? സ്തോത്രം. ചിലർ പറയുന്നുണ്ട് ബിബിൻ ബാസ് നല്ല ആത്മീയ ഫലമുള്ള ആളാ, ജോബിൻ ബാസ് നല്ല ആത്മീയ ഫലമുള്ള ആളാ, സഹോദരി നല്ല ആത്മീയ ഫലമുള്ള ആളാ, ഇല്ലേ അപ്പച്ചൻ നല്ല ആത്മീയ ഫലമുള്ള ആളാ. എന്താ ഫലത്തിൻ്റെ ഗുണം? ആ ഫലത്തിൻ്റെ ഒരു ആഴം പറയാം. ഈ 50-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വായിക്കരുത്, ഒന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആ ശ്രദ്ധിക്കുമ്പോൾ യോസേപ്പ് അവസാനം പറയുന്ന കാര്യങ്ങൾ ആരോടാണ് പറയുന്നറിയാവോ? തൻ്റെ മക്കളോടല്ല, ഒരു കാലത്ത് തന്നോട് അസൂയ പൂണ്ടവരോട്, ഒരു കാലത്ത് തന്നെ വേദനിപ്പിച്ചവരോട്, ഒരു കാലത്ത് തന്നെ കരയിപ്പിച്ചവരോട് പറയുക, നിങ്ങൾക്കൊരു വാഗ്ദത്ത കാലമുണ്ട്, ഞാൻ മരിച്ചാലും നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ അകത്ത്, യോസേപ്പിന്റെ അകത്തുള്ള ആത്മീയ ഫലം എന്താണെന്നറിയാമോ? എന്നെ വേദനിപ്പിച്ച സഹോദരങ്ങളും അവരുടെ മക്കളുമാണെങ്കിലും ഇവർക്കൊരു വാഗ്ദത്തമുണ്ട്. ഈ മിസ്രൈമിലെ പ്രവാസകാലം കഴിയുമ്പോൾ വാഗ്ദത്ത കനാലിലേക്ക് ഇവർക്കൊരു യാത്രയുണ്ട്. ഇവര് മറന്നു പോയേക്കാം, പക്ഷെ മരിക്കും മുമ്പ് ഞാനത് ഈ തലമുറയോട് പറയുകയാണ്. ഇന്ന് രാത്രി പറയാ, നീ ചാകുന്നതിന് മുമ്പ്, അല്ല ഈ ലോകവാസം തീരും മുമ്പ്, നിന്റെ ശത്രുക്കളാകട്ടെ, നിന്റെ മിത്രങ്ങളാകട്ടെ, അവരെ കുറിച്ച് ഒരു വെളിപ്പാട് നിനക്ക് ദൈവം തന്നാൽ അത് മറച്ചു വെച്ച് കണ്ണടയ്ക്കുന്ന ഇടപാടല്ല. അവരെ ഉണർത്തുവാൻ, അവരെ ഒരുക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, നിന്നിലുള്ള ആത്മീയ മനുഷ്യനെ ഒന്ന് ഫലം കായ്ക്കാൻ ഇന്ന് പകലിൽ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഈ വേദഭാഗം ഇങ്ങനെ ധ്യാനിക്കുക. 50-22 ഞാൻ ധ്യാനിക്കുന്നത്. ഒത്തിരി വിഷയങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഒരു 10-12 കൂട്ടം കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇരവും പകലുമായിട്ട് അതിനെ ഒന്ന് പൊളിച്ച് തിരിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. യോസേപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഫലപ്രദമായൊരു വൃക്ഷമാണ്. യോസേപ്പ് ഒരു വൃക്ഷമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാനൊന്നും കാണത്തില്ല. പക്ഷെ ദൈവം തൻ്റെ അപ്പന് 147-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കൊടുക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞ്, ഒറ്റ വാക്ക് നീ വിട്ടുകളയരുത്, യോസേപ്പോ ഫലപ്രദമായ ഒരു വൃക്ഷം. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഞാൻ ആ ദൂതിനകത്തോട്ട് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ജനത്തിന് അതിനകത്തു നിന്നും ചില ആത്മീയ ബലത്തിനുള്ള ദൂതുകൾ കൈമാറുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ ആമേ ശക്തമായി ദൈവകരങ്ങളിൽ എടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ഉഴപ്പുന്നവനെ അല്ല, ഉറങ്ങുന്നവനെ അല്ല, മിണ്ടാതിരിക്കുന്നവനെ അല്ല, അലസമായിരിക്കുന്നവനെ അല്ല, മറ്റുള്ളവന്റെ കുറ്റം ചകയുന്നവനെ അല്ല, മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിരുപാധികം പ്രാർത്ഥനയിൽ മുഴങ്കാലും അടക്കുന്ന ഒരു വ്യക്തിയെ തേടി ഇറങ്ങി വരുന്ന അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം. സ്തോത്രം. യോസേപ്പിലുള്ള ആത്മീയ ഫലം എന്തൊക്കെയാണ്? നിങ്ങൾ ആ തിരുവഴുത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. സ്തോത്രം. എടുത്താട്ട് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരണം. 30-ാം അധ്യായത്തിലേക്ക്. 30-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 22-ാമത്തെ വാക്യം തുടങ്ങി ഒന്ന് വായിക്കണം. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനി ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇവൻ ജനിച്ച് വീണപ്പോഴേ ഒരു വിടുതലോടെയാ പുറത്തു വന്നേ. എന്താ വിടുതലെന്നറിയാമോ? അമ്മയുടെ നിന്ന മാറ്റിക്കൊണ്ടാവും പുറത്തു വന്നേ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ദൂതുകളാ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
സ്വോത്രം. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്നാണെന്നറിയാമോ? എൻ്റെ കുഞ്ഞ് വളർന്ന് വലുതായി അവൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ നിന്നയും എൻ്റെ സങ്കടം മാറുമെന്നാ. പക്ഷെ ചിലതൊക്കെ വിദേശത്ത് പോയ ഇരട്ടി നിന്നയായിട്ടാണ് വരുന്നത്. സ്വോത്രം പറയണം. നമ്മളിവിടെ അട്ടക്കാലടിച്ച് പഠിപ്പിച്ച് വട്ടിപ്പലിശയ്ക്ക് പൈസ എടുത്ത് ഉറക്കാളച്ച് ഫ്ലാസ്കിനൊക്കെ ചായ ഇട്ട് കൊടുത്ത് 3:30 4:00 കുഞ്ഞിന് വേണ്ടി ഉറക്കാളച്ചിരുന്ന് അതിനുവേണ്ടി പായിട്ട് പ്രാർത്ഥിച്ച് ഓരോ മാസം ദൈവദാസന്മാരെ ഒട്ടാരക്കരെന്നും കോഴഞ്ചേരിയെന്നും വിളിച്ച് വീട്ടിൽ വരുത്തി കുഞ്ഞിൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് ദൂതും കേൾപ്പിച്ചൊക്കെ രക്ഷപ്പെടുത്തി അവസാനം എയർപോർട്ടിൽ വരെ പിശാച് പോരാടി. സ്വോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ടിക്കറ്റും വിസയും കിട്ടിയപ്പോൾ ഉണ്ട് ആമേ വാർത്ത വരുന്ന ആകാശത്തുകൂടെ മിസൈൽ പോകുന്നതുകൊണ്ട് ഇപ്പം ഫ്ലൈറ്റ് ഒന്നും വിടുന്നില്ല. ഈ മിസൈലൊക്കെ അവിടുത്തെ യുദ്ധം തീർക്കാൻ വേണ്ടി ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട്. ആ യുദ്ധം തീർന്നാലേ കൊച്ചിന് അങ്ങ് കയറിപ്പോകാൻ പറ്റുള്ളൂ. കയറിപ്പോയിട്ട് എന്നാ ഗുണമെന്നറിയാമോ? കയറിപ്പോയി 10 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വാർത്ത വരുന്നു, സ്വോത്രല്ലിയ കൊച്ചു പഠിത്തം നിർത്തി ആമേ സ്വോത്ര രോഗം പിടിച്ച് നാട്ടിലോട്ട് കയറി വരുന്നെന്ന്. നിന്നയുടെ പുറത്ത് നിന്ന കയറി വരിക. പക്ഷെ അങ്ങനല്ല. ചില വാക്തത്വ തലമുറകൾ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ നിന്റെ നിന്ന ഉരുളാൻ തുടങ്ങും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തരുന്നത് ദൈവമാണെങ്കിൽ, തന്നത് ദൈവമാണെങ്കിൽ, നിന്റെ ഗർഭഗ്രഹത്തിനകത്ത് ഒരു തലമുറയെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവൻ തന്നിട്ടുണ്ടെങ്കിൽ ആ തലമുറ നിന്റെ ഗർഭഗ്രഹത്തിൽ ഉരുവായി തുടങ്ങുമ്പോഴേ നീ അറിയാത്ത ചില കെട്ടുകൾ അഴിയാൻ തുടങ്ങുക, നീ അറിയാതെ ചില നിന്ദകൾ മാറാൻ തുടങ്ങുക. വാഗ്ദത്ത തലമുറകൾ അകത്തുരുവാകുമ്പോഴേ നിന്ദകൾ മാറുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ നീ പറയണ ഫലപ്രദമായൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ എൻ്റെ ഗർഭപാത്രത്തിന് ശക്തി പകർന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാ. യോസേപ്പിന്റെ ഫലപ്രദമായ അന്തരീക്ഷം പറയുക. സ്വോത്ര. ദൈവം അവളോട് അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്ന് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ടെ. അവന് യോസേപ്പ് എന്ന പേരിട്ടു. ഒരാമയും പറയണം. ഇനി അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വാ. 25 വായിച്ചോ? ഞങ്ങളുടെ ഇല്ല. റാഹേൽ യോസേപ്പിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് ദേശത്തേക്കും പോകുവാൻ ഒരാമയും പറയാവോ? ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഭാഗങ്ങളാ. പക്ഷെ അതിനകത്തൊരു മർമ്മം പറഞ്ഞു തരാം. ഇതുവരെ ലാബാന്റെ തട്ടകം വിട്ട് പുറത്തിറങ്ങണമെന്ന് യാക്കോബിന് ആഗ്രഹമില്ല. 2, യാക്കോബ് ലാബാനെ പേടിച്ചാണ് ജീവിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. സ്വോത്രം. യാക്കോബ് ലാബാനോട് പറയുന്നൊരു ഒരു ശക്തമായൊരു കാര്യമുണ്ട്. 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിച്ചേ. ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എന്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണമെന്ന് പറയുമ്പം അതിന്റെ ആശയം എന്താ? അതിന്റെ ആശയം എന്താ? അവർ രണ്ടുപേരും മക്കളും ഒക്കെ ഇപ്പൊ 6 ആമ കെട്ടി ബന്ധനത്തിലാണ് കിടക്കുന്നേ. ഒരാമയും പറഞ്ഞാട്ടെ. പലപ്പോഴും യാക്കോബ് പറഞ്ഞു കാണും നമുക്ക് എൻ്റെ നാട്ടിലേക്ക് പോകാം. 2 പേരും പറഞ്ഞു കാണും ഞങ്ങളില്ല, അപ്പൻ്റെ അനുവാദം കൂടാതെ ഞങ്ങൾ ഈ ദേശം വിടത്തില്ല. പക്ഷേ യോസേപ്പ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ അപേക്ഷ പോലെ പറയുക, എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും എനിക്ക് തിരികെ തരണം. ഇവന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടെങ്കിലും, ഇവന് നല്ലൊരു ലൈഫുണ്ട്, ഇവന് നല്ല 2 ഭാര്യമാരുണ്ടെങ്കിലും ഇവൻ അറിയുന്നില്ല ഇവർ കെട്ടപ്പെട്ട് കിടക്കുന്ന കാര്യം ഇവൻ അറിയുന്നില്ല. നീ കുടുംബമായിട്ട് കാറേ പോകുന്നുണ്ട്, നീ കുടുംബമായിട്ട് കോഫി ഷോപ്പിൽ പോകുന്നുണ്ട്, നീ കുടുംബമായിട്ട് സഭ വരുന്നുണ്ട്. പക്ഷെ നീ അറിയാതെ നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ഒരു ലാബാന്റെ ബന്ധനമുണ്ട്. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യാക്കോബ് അറിയുന്നില്ല പല വെഡിങ് ആനിവേഴ്സറിക്കും ഇവർ ഒന്നിച്ചാ കേക്ക് മുറിക്കുന്നേ. പല വെഡിങ് ആനിവേഴ്സറിക്കും ഇവർക്കെല്ലാം ചുടുതാർ എടുത്തു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും യാക്കോബ് അറിയുന്നില്ല എന്തെങ്കിലും തീരുമാനമെടുക്കണമെങ്കിലും യാക്കോബിന് കഴിയുന്നില്ല. ഇവന്റെ കുടുംബത്തെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഒരു ലാബാന്റെ ശക്തിയുണ്ട്. ഈ പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നീ സന്തോഷത്തോടെയാണ് ആ വീട്ടിനകത്ത് കഴിയുന്നെങ്കിലും നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന, നിന്റെ ഭാര്യയെ ഭരിക്കുന്ന, നിന്റെ മക്കളെ ഭരിക്കുന്ന ഒരു ലാബാന്റെ വ്യാപാരമുണ്ട്. ഇന്ന് പകൽ അത് പൊട്ടണം.
വെറുതെ ഇരിക്കരുത്, വെറുതെ ഇരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അർത്ഥരമക്ഷര ബൗഡവരം തരം ആത്മമണ്ഡലത്തിനകത്ത് കയറി ആരാധിക്ക. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ ചില ആശയങ്ങളൊക്കെ ഒന്നിച്ചാണെങ്കിൽ ഒരു കെട്ട് നിന്റെ കുടുംബത്തിനകത്തുണ്ട്, ഒരു കെട്ട് നിന്റെ കുടുംബത്തിനകത്തുണ്ട്. വാഗ്ദത്തങ്ങളിലേക്ക് ചലിക്കാതിരിക്കേണ്ടതിന്, വാഗ്ദത്തങ്ങളിലേക്ക് പുറപ്പെടാതിരിക്കേണ്ടതിന് എവിടെയോ കെട്ടിയ ഒരു കെട്ടിന് ഇന്ന് പകലിൽ ദൈവം പൊട്ടിക്കുക. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായപ്പോൾ ഭാര്യ ചോദിച്ചു, എവിടെ പോണ്? നീ എന്തെല്ലാം അറിഞ്ഞില്ലേ? ഇല്ല, പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി പോവുക. രണ്ടുപേരുടെ കരം കോർത്ത് പിടിച്ച് 2 മണിക്കൂർ പ്രാർത്ഥിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോൾ അപ്പുറത്ത് വീട്ടിലേക്ക് ചോദിച്ചു, എവിടെ പോണ് മീകളെ? ദാവീദ് എവിടെ പോയി? ചേച്ചി അറിഞ്ഞില്ലേ, പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി പോവുക. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞുള്ളു. ഞാനിന്ന് ഉപവാസമാണ് കേട്ടോ. അച്ഛൻ പെട്ടകം കൊണ്ടുവരാൻ പോയിരിക്കുക. മീകളെന്ത് ഉപവാസമാ? അച്ഛൻ എവിടെ പോയിരിക്കുക? അപ്പോൾ ദാവീദ് തിരിഞ്ഞ് പറഞ്ഞു, മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം കേട്ടോ, നമ്മൾ 3-3:30 ആകുമ്പോൾ എത്തും. സ്വോത്രം. ഇപ്പം കൂടെയുള്ള ശരുവിയുടെ പുത്രന്മാർ ചോദിച്ച്, എന്തായാലും ചേനെ കിട്ടിയ ഭാര്യ നല്ല ഭാര്യയാണ്, തന്തപ്പടി തല്ലിപ്പൊളിയാണെങ്കിലും പെങ്കൊച്ചു കൊള്ളാം, ഒന്നിലും പെട്ടകം കൊണ്ടുവരാൻ നേരത്തെ നിങ്ങളെ പ്രാർത്ഥിച്ച് വിട്ടല്ലോ. സന്തോഷത്തോടെ പെട്ടകം കൊണ്ട് വന്നപ്പോൾ ഇവള് കിളിവാതിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദ് പറഞ്ഞു, സ്വോത്രം, പെട്ടകം തിരിച്ചു കിട്ടി. അവൾ പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ ചാടുന്നേ? അപ്പം രാവിലെ നീ എൻ്റെ കൂടെ കൈ കോർത്ത് പ്രാർത്ഥിച്ചത്? സ്വോത്രം പറഞ്ഞേട്ടെ. ചാ പ്രാർത്ഥനയൊക്കെ ഒന്നിച്ചാ, ചില കാര്യങ്ങൾ നിന്നോട് യോജിക്കുന്നില്ല. നിങ്ങളെന്നെ ആമേൻ പറയാതിരിക്കുന്നത്? ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. സ്വോത്രം, സ്വോത്രം. പ്രാർത്ഥനയൊക്കെ ഒന്നിച്ചാ, കാറിലൊക്കെ ഒന്നിച്ചാ പോണേ. ചില ആത്മീയ കാര്യത്തോട് വരുമ്പം നിന്റെ കൂടെ യോജിക്കുന്നില്ല. അച്ഛാ, അത് അസ്വസ്ഥത ഉണ്ടായിട്ട്, നടുവേദന ഉണ്ടായിട്ടല്ല, ഒരു ബന്ധനമാണ്. ഇനിയെങ്കിലും പൊട്ടിക്കതിനെ. സ്വോത്രം, സ്വോത്രം. ഹല്ലേലൂയ. കാര്യം അപ്പോഴാണ് ദാവീദിന് മനസ്സിലായത്, ഇവള് പ്രാർത്ഥിക്കുന്നെങ്കിലും, ഇവള് എൻ്റെ കൂടെ ഇരുന്ന് ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും, ഈ പെട്ടകത്തോട് ഞാൻ ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പം ഇവിടെ അകത്ത സ്വഭാവം വെളിപ്പെട്ടു. സ്വോത്രം പറഞ്ഞാട്ടെ. നീ ശരിയായ രീതിയിൽ നിന്റെ വീട്ടിനകത്തൊന്ന് പ്രാർത്ഥിച്ച് കയറിയാൽ, ചിലത് ഏത് റൂട്ടിലാണ് നിൽക്കുന്നത്, ചിലതിന്റെ നിറവെന്താണ്, ചിലതിന്റെ ഗുണമെന്നാണ്, ചിലതിന്റെ മണമെന്നാണെന്ന് അടയാള സഹിതം ദൈവം നിനക്ക് പുറത്തു കൊണ്ടുവരും. ഗ്ലോറി. കരം ഉയർത്തി രാമേ പറഞ്ഞാട്ടെ. സ്വോത്രം. യാക്കോ പറഞ്ഞ കേട്ടോ, എൻ്റെ ഭാര്യമാരെ മക്കളെ എന്ത് ചെയ്യണം? എനിക്ക് തിരികെ തരണം. ഒരാമേ പറഞ്ഞാട്ടെ. എനിക്ക് തരണം. എനിക്ക് എന്ത് ചെയ്യണം? തരണം. എടാ, നിനക്ക് ചില വർഷം മുമ്പ് കിട്ടിയതല്ലേ ഇതിനെ? ആദ്യത്തെ 7 കൊല്ലം വന്ന പൂർണ്ണത്തെ ഞാൻ തന്നു. രണ്ടാമത്തെ 7 കൊല്ലം 14-ാമത്തെ വർഷമായ പൂർണ്ണത്തെ തന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. നീ തന്നു, എനിക്ക് തക്ക തുണയായിട്ട് നീ തന്നു. പക്ഷെ എന്തിനും ഒരു കൺട്രോൾ നിന്റെ കയ്യിലുണ്ട്. സ്വോത്രം പറഞ്ഞാട്ടെ. ആമേൻ. രണ്ടുപേരും തലമുറകൾക്ക് ജന്മം കൊടുക്കുന്നു. രൂബേനെ പ്രസവിച്ചു, ശിമയോനെ പ്രസവിച്ചു, ലേവിയെ പ്രസവിച്ചു, യൂദയെ പ്രസവിച്ചു, ദീനാമയെ പ്രസവിച്ചു. ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും എവിടെയോ ആത്മീയ കാര്യങ്ങളോട്, വാഗ്ദത്തങ്ങളോട് ചേർന്ന് വരാൻ കഴിയാതെ, ആമേൻ, മനസ്സുകൊണ്ട് നിന്നിൽ നിന്ന് നിന്റെ കുടുംബത്തെ അകറ്റുന്ന ചില ലാഭാന്റെ മണ്ഡലങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഈ പകലിൽ അത് അഴിഞ്ഞു മാറേണ്ടത്. ചില കുടുംബത്തിനകത്ത് രഹസ്യമായി നീ കരയുന്ന ആ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ ദൈവം മറുപടി നൽകുകയാണ്.
പൊട്ടണം പൊട്ടണം പൊട്ടണം. ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയണം. പുറത്താരോടും പറയാതെ വിങ്ങിപ്പൊട്ടി കരയുന്ന ചില വിഷയത്തിനകത്ത് അവളുടെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ, അവളുടെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ, അവൾ ഇനിയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്ന, നിന്നെ നോക്കി പറയുന്നു, ആ വിഷയത്തിന് ഇന്ന് പകൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദൂത ദൈവം കൈമാറുന്നത്. ആമേൻ. 3 തലമുറ ശുശ്രൂഷകരായിരുന്നു. അപ്പൂപ്പൻ 3 തലമുറ, 3-ാം തലമുറയിന് ശുശ്രൂഷയില്ല. ആ പെങ്കൊച്ചിനെ ഒരു ദൈവദാസനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. സോദരം കല്യാണം കഴിഞ്ഞ് ജീവിതം ആരംഭിച്ചു. 10-25 വർഷമായി. എന്നാലും കൂടെ കൂടെ ഇവള് പറയും, ഓ, എൻ്റെ അപ്പനെ പോലെ അപ്പൂപ്പനെ പോലെ ഒന്നും നിങ്ങൾ ശുശ്രൂഷയെ കയറി വരികയില്ല. ആമേൻ. ഞാനതുകൊണ്ടാണ് ഈ പലപ്പോഴൊക്കെ ഈ മെസ്സേജ്, ഞാൻ നേരത്തെ പാസ്റ്റർക്ക് എന്നെ അറിയാം, മെസ്സേജൊക്കെ ഞാൻ ഈ സ്റ്റഡി മെസ്സേജായിട്ട് പറയുന്നത് ആത്മാവ് പ്രസംഗിക്കാൻ തുടങ്ങിയ വെട്ടേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ട് ഞാൻ വരും. സ്തോത്രം. ഞാൻ ആ ചർച്ചിൽ പലപ്പോഴും പോയിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ പുള്ളി ഭയങ്കര ഡൗണായി. എന്നാ ചാച്ചാ, ഞാൻ എന്നാ ശുശ്രൂഷ ചെയ്താലും ഇവളെൻ്റെ കൂടെ നിൽക്കുകയില്ല. ഇവളെൻ്റെ കൂടെ നിൽക്കത്തില്ല. എൻ്റെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്ന മൊത്തം സഹോദരങ്ങൾക്കും അപ്പനും വേണ്ടിയിട്ടേ പ്രാർത്ഥിക്കുകയുള്ളൂ. കാരണം അവിടെ അപ്പൻ പാസ്റ്ററാണ്, അവളുടെ സഹോദരങ്ങൾ 3 എണ്ണവും പാസ്റ്ററാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം, ദൈവത്തോട് ആദ്യം അകത്തൊരു കെട്ടുപൊട്ടാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. അല്ലാതെ അപ്പോൾ പുള്ളിക്കാരന് പേടിയാണ് മൊത്തത്തിൽ. ഞാൻ ഒന്നുമില്ല ചാ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനൊരു ദൂതൊക്കെ പുള്ളിക്ക് കർത്താവ് തന്ന കൈമാറി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞൊരു അവസരം കർത്താവ് തരും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഫറവോൻ്റെ പ്രാകാരത്തിൽ വടിയിടാൻ നിനക്കൊരവസരം തരും, അത് മിസ്സാക്കരുത്. പുള്ളിക്ക് അന്ന് അതിൻ്റെ ആശയം പിടികിട്ടിയില്ല. പുള്ളി മിക്കവാറും വിളിച്ചെങ്കിൽ അച്ഛാ ആ ദൂതിൻ്റെ ആശയം പറ. ഞാൻ പറഞ്ഞത് വായിച്ചു നോക്കാൻ പറഞ്ഞു. സ്തോത്രം. അച്ഛാ ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫറവോൻ്റെ സന്നിധി ചെന്ന് മോശ വടിയിട്ട് പാമ്പായി. മറ്റേ മന്ത്രവാദികളുടെയും ശകുനവാദികളുടെയും പിന്നെ വിദ്വാൻമാരുടെയൊക്കെ വടി എന്ത് ചെയ്തു? വിഴുങ്ങി. അച്ഛാ അതിന് അവരുടെ കുടുംബം എല്ലാം പെന്തിക്കോസുകാരാ, എല്ലാം പാസ്റ്റർമാരാ. ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല, ദൈവം തരുന്ന ഉദു ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിരുന്ന് കല്യാണം കഴിഞ്ഞ് 25 വർഷമായി. ഇന്ന് വരെ സ്വന്തം ഭാര്യയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പുള്ളിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. ഒരു 2 മാസം മുമ്പ് പുള്ളിക്ക് അവിടെ പോയപ്പോൾ യാദൃച്ഛ ഒരു കോട്ടേജ് മീറ്റിൽ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട്. അവിടുത്തെ ദൈവദാസന് തൊണ്ടയ്ക്ക് വയ്യ. ഉടനെ പറഞ്ഞ് ഒരു 15 മിനിറ്റ് നിങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞു. ഈ ദൂത് അന്നേരം കയറി കത്തി. ഒരാമേൻ പറഞ്ഞാട്ടെ, പിടികിട്ടി നിങ്ങൾക്ക്? ആമേൻ. പുള്ളി അങ്ങ് ആത്മാവിൽ അങ്ങ് എഴുന്നേറ്റ് ദൈവം തന്ന വചനം വായിച്ച് അങ്ങോട്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയതും യവക്ക് പിശാചളായി. രാമേൻ പറഞ്ഞാട്ടെ. 25 കൊല്ലം ഈ മനുഷ്യൻ്റെ കൂടെ ഇരുന്ന് നൈറ്റ് ഏതാന്ന് പിടികിട്ടിയോ? സ്തോത്രം. ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്, ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ അവൻ ചില ആത്മീയ കാര്യം വരുമ്പോൾ രണ്ട് വഴിക്കാണ് നിൽക്കുന്നത്. ഈ ഭൂത അങ്ങ് ഇളകിയത് പുള്ളിക്ക് സന്തോഷമായി. പുള്ളി മിന്നും നോക്കിയില്ല. ഈ ദൈവം എന്നോട് പറയിപ്പിച്ച ദൂത് പുള്ളി പിടികിട്ടി. ഇവിടെ തലയോട്ട് കൈവച്ച് ഇളകി വരാൻ പറഞ്ഞു. അന്നേരം തന്ത എവിടെ നിന്ന് പറയാണ്, അങ്ങനെ അവൾ ഇളകത്തില്ല, എന്നാൽ നീ ഇങ്ങ് പോരാൻ പറഞ്ഞു. തന്ത ഇളകി. സ്തോത്രം. ഫറവോന്റെ സന്നിധിയിൽ എത്ര പാമ്പിനെയാ മോശ വിഴുങ്ങിയത്? മന്ത്രവാദിയുടെ വടി, ശുദ്രക്കാരൻ്റെ വടി, വിദ്വാന്റെ വടി. ഒരാമയും പറഞ്ഞാട്ടെ, 3 കൂട്ടര വടി. ആ കുടുംബത്തിലെ 3 ശുശ്രൂഷകന്മാർക്കും ഭൂതവളയി. സ്ഥലം ഞാൻ പറയത്തില്ല, പേര് ഞാൻ പറയത്തില്ല. ഒരാമയും പറഞ്ഞാട്ടെ. തായ് വഴി നിങ്ങളുടെ കുടുംബത്തിൽ വല്ലാണ്, ഞാൻ പിന്നെ തല്ലി വാങ്ങണ്ടല്ലോ. ആമേൻ. സ്വോത്രം. സ്വോത്രം. കരമുയർത്തൊരാമയും പറഞ്ഞാട്ടെ.
സ്വോത്രം. പുള്ളിക്ക് ഇതുപോലെ സന്തോഷം ജീവിതത്തിൽ. സ്വോത്രം. രാത്രി 12 മണിയായപ്പം ഭാര്യയുടെയും ആരുടെ അപ്പൻ്റെയും സഹോദരങ്ങളുടെ ഭൂതത്തെ എല്ലാം പുള്ളി ഒഴിപ്പിച്ചേച്ചും പുറത്തേക്ക് ഇറങ്ങി എന്നെ വിളിച്ചേച്ചുകൊണ്ട് പറയാ, പാപ്പി ബിംബാസേ, ഇനി ചത്താലും വേണ്ടുകേല എൻ്റെ ശുശ്രൂഷ വിജയിച്ചെന്ന്. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എനിക്കിനി വിദേശത്ത് പോയിട്ടില്ലും കുഴപ്പമില്ല, എനിക്കിനി ഒന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല. കർത്താവ് ഇപ്പം വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാന്ന്. എൻ്റെ അകത്തൊരു ശുശ്രൂഷയുണ്ടെന്ന് അവൾക്ക് പിടികിട്ടിയല്ലോ. അത് അവൾക്ക് മനസ്സിലായത് 25 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പ ചിന്തിക്കണം, 25 കൊല്ലം ആ മനുഷ്യൻ എന്തുമാത്രം വേദന സഹിച്ചു കാണും, ആ മനുഷ്യൻ എന്തുമാത്രം കരയേണ്ടി വന്നു കാണും. ചില ശുശ്രൂഷ കുടുംബത്തിനകത്ത് ഒരു ഭാഗത്ത് പുറത്തെല്ലാവരുടെ മുമ്പിൽ ശുശ്രൂഷിക്കുമ്പോഴും അകത്ത് കരയുന്നത് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ പറയുന്നു, അകത്ത് ചില ലാബാന്റെ കെട്ടുകൾ, നിന്റെ കുടുംബത്തിനകത്ത് കയറിക്കിടക്കുന്ന ചില ലാബാന്റെ കെട്ടുകൾ ഇന്ന് പകലിൽ ദൈവം പൊട്ടിക്കും. ആമേൻ. ഹല്ലേലൂയ. ആഴത് ശ്രദ്ധിച്ചോണം. കുഞ്ഞു കുഞ്ഞു ദൂതകളാ, ചെറിയ ചെറിയ ദൂതകളാ. സ്തോത്രം. ഈ യോസേപ്പ് മിസ്രൈമിൽ വന്നിട്ട്, യാക്കോബ് ലാബാന്റെ വീട്ടിൽ വന്നിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു? 20 കൊല്ലമായി. 7 7 14. സ്തോത്രം. അങ്ങനെ നോക്കി 6 കൊല്ലം സ്വോത്രം തന്നെ സേവിച്ച് എത്ര കൊല്ലം? 20 കൊല്ലമായി. 20 കൊല്ലമായ ഈ മനുഷ്യന് തിരിച്ചിവിടുന്ന് പോണമെന്ന് ഇന്ന് വരെ ഒരു ചിന്ത വന്നിട്ടില്ല. സ്തോത്രം. ആ ചിന്ത വന്ന് തുടങ്ങിയത് എവിടാന്നറിയാമോ? യോസേപ്പ് എന്ന് പറയുന്നൊരു തലമുറ ജനിച്ച് വീണപ്പോൾ തനിക്ക് മനസ്സിലായി, ഇവൻ ഇവിടെ വളരേണ്ടവനല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിന്നിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൈവിക പദ്ധതികൾ പിശാച് ഇതുവരെ അടച്ചു വെച്ചിരിക്കുക. ഒരാമേൻ പറയണം. ഒരു വെളിപ്പാട് ഞാൻ പറയാം. 11 വർഷമായി ഒരു ദൂത് ദൈവം നിന്റെ കയ്യിൽ തന്നിട്ട് ഇന്ന് വരെ അതിനുവേണ്ടി കരയാനോ പ്രാർത്ഥിക്കാനോ ഒന്ന് മുഴങ്കാലോ മടക്കാനോ നിന്നെ അനുവദിക്കാതെ വണ്ണം നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു ലാഭാന്യ കെട്ടിനെ ഈ പകൽ ദൈവം പൊട്ടിക്കും. ദീർഘവർഷങ്ങൾ നീ ഉണരുവെന്ന് കാത്തിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ കർണസ്ഫുടങ്ങളിൽ ദൈവം മുഴങ്ങുമാറാക്കിയ ചില ദൂതുകളെ തടഞ്ഞ് കെട്ടിവച്ചിരിക്കുന്ന ലാവാന്യ പദ്ധതികൾ ഈ പകൽ അഴിയട്ടെ. അർത്ഥരാജരാധര മനാധര ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് അടങ്ങിയിരിക്കരുത്, ഇതിനകത്ത് മിണ്ടാതിരിക്കരുത്. ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല, ഇതൊരു ആത്മമണ്ഡലമാണ്. ഒരു ദൈവ സാന്നിധ്യം കുതിച്ചിറങ്ങുന്ന പകലാണ്. നിന്നെ ഒതുക്കി വെച്ച തലങ്ങളിൽ നിന്ന് നിന്റെ തലയ്ക്ക് മീതെ ഒരു റൂഫ് പോലെ കെട്ടിവച്ചിരിക്കുന്ന ആ കെട്ടിനെ ഇപ്പോൾ പൊട്ടിക്കുകയാ. വൈഡന വൈശ വൈദന വൈഡൽ അർത്തന വക്ഷ വൈദന വൈഡ അന്തര വേദ വൈശ രഗന ആത്മനിറ പ്രാപിച്ച ദൈവമക്കൾ പരിശുദ്ധാത്മാവാം ദൈവം ശക്തമായി പറയുന്നു. നീണ്ട 11 വർഷങ്ങൾക്ക് മുമ്പ് ചില അഭിഷിക്തന്മാരിലൂടെ നിന്നെ കുറിച്ചുള്ള ചില പദ്ധതികൾ വരച്ചു കാണിച്ചിട്ടും അതിനൊത്തവണ്ണം ഇറങ്ങാൻ കഴിയാതെ, അതിനുവേണ്ടി ചുവട് വെക്കാൻ കഴിയാതെ, അതിനുവേണ്ടി നീ മാനുഷികമായും ആത്മീയമായും ചെയ്ത കാര്യങ്ങളെ ഫെയിലാക്കിക്കൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ആമേൻ ആ ദൗത്യത്തിലേക്ക് നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില സാത്താന്യ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അതിന്റെ മേൽ ആത്മാവിൽ ജയം കൽപ്പിക്കുകയാണ്.
ഒതുക്കുന്ന 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 ലാബാന്റെ മണ്ഡലങ്ങൾ, ഒതുക്കുന്ന ലാബാന്റെ മണ്ഡലങ്ങൾ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. നിന്റെ ശുശ്രൂഷയെ ഒതുക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ ഒതുക്കുന്ന ലാഭാന്യ മണ്ഡലങ്ങൾ അഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 20 കൊല്ലത്തിനിടയ്ക്ക് തനിക്ക് തലമുറകൾ ജനിക്കുന്നുണ്ട്. അല്ല, ആരോഗ്യമുള്ളവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ജനിക്കുന്നുണ്ട്. തനിക്ക് 3 നേരം ശാപ്പാട് കിട്ടുന്നുണ്ട്. തനിക്ക് സ്വാതന്ത്ര്യത്തോടെ പോകാനും വരാനും പറ്റുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുന്ന എല്ലാവർക്കും യാക്കോബിന്റെ ലൈഫ് അടിപൊളിയാ. പിടികിട്ടുന്നുണ്ടോ? ലക്ഷറി ലൈഫാണ് യാക്കോബിന്റെ. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഭാര്യമാര്, കുഞ്ഞുങ്ങള്, സ്വതന്ത്രം പറഞ്ഞ രൂപേൻ, ഇങ്ങോട്ട് ശിമയോൻ, ലേവി, യഹൂദ, സ്വോത്രം, എല്ലാം ആമ്പിള്ളാരാ. പുറന്ന് ആൾക്കാരുന്നുണ്ട്, അവൻ രക്ഷപ്പെട്ടടാ. സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. അവൻ രക്ഷപ്പെട്ട്, അവൻ രക്ഷപ്പെട്ട്. പക്ഷെ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അവനെ വിടാതെ മറ്റൊരു മേഖലയിൽ അവനെ ഒതുക്കി വെച്ചിരിക്കുകയാണെന്ന് അവൻ പോലും അറിയുന്നില്ല. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം, സ്വോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്വോത്രം ചെയ്യുന്നു. കാരണം നമ്മൾ നിൽക്കുന്ന പ്ലേസില് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ വാഗ്ദത്തങ്ങളിൽ കിടക്കുന്ന ഒരു വിശാലതയിലേക്ക് നിന്നെ വിടത്തില്ല പിശാച്. സ്വോത്രം പറയണം. നിങ്ങൾക്ക് ദൂതിന്റെ ആഴം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? സ്വോത്രം. തൻ്റെ വീട്ടിലെ താൻ എവിടെങ്കിലും പുറത്തു പോയിട്ട് വരുമ്പം രൂപേൻ, ശിമയോൻ, ലേവി, യഹൂദ, സ്തോത്രം പറഞ്ഞാട്ടെ, ചാച്ചാന്ന് വിളിച്ച് വിന്നാൽ 6 എണ്ണം ചുറ്റുമുണ്ട്. സ്തോത്രം. സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ടെമ്പറടിക്കാൻ രൂപേനുണ്ട്, പൂതകളയ്ക്ക് കറക്കാൻ ശിമയനുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. സിയോൻ ഗീതാലിക്കകത്ത് പാട്ടൂസം എടുത്ത് പാടാൻ സ്തോത്രം അവിടെ എല്ലാവരും ഉണ്ട്. സന്തോഷമാ. പക്ഷെ ഇവൻ അറിയാത്ത, ഇവന്റെ ലൈഫിനകത്ത് കയറി വന്നൊരു ഗോവേണിയുടെ പിക്ചർ ഈ ലാബാൻ മറച്ചു വച്ചിരിക്കുക. കൈയടിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവ പദ്ധതിക്കകത്ത് ഇറങ്ങാതിരിക്കാൻ നീ പോലും അറിയാത്തൊരു കുരുക്കിനകത്ത നിന്നെ പിശാച് പെടുത്തി വെച്ചിരിക്കുന്നേ. അത് നിന്റെ അകം കണ്ണ് തുറന്നാലേ പൊട്ടത്തുള്ളൂ. ഒരാമേൻ പറഞ്ഞാട്ടെ. 2, ഭാര്യമാരെയും കൊണ്ട് എവിടെങ്കിലും പോയാൽ അവർക്ക് ആവശ്യമുള്ള സാധനം മേടിച്ചു കൊടുക്കാൻ പോക്കറ്റിൽ കൈയിട്ട സാമ്പത്തികമുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. ലാഭം പൈസയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവന്റെ ലൈഫിൽ വരേണ്ട പ്രതിഫലത്തെ എന്ത് ചെയ്യാ? സ്തോത്രം പറയണം. ആമേൻ. എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 100 രൂപ ചോദിച്ചാൽ ലാഭം 150 കൊടുക്കും. പക്ഷെ ഇവന്റെ കയ്യിൽ വരേണ്ട ആയിരങ്ങൾ അവന്റെ കൈക്കകത്ത് കിടക്കുക. നിങ്ങൾക്ക് ആഴം മനസ്സിലാകുന്നുണ്ടോ? താൽക്കാലിക നന്മകൾ തന്ന് നിന്നെ പെടുത്തി വെച്ചിരിക്കുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നീ അറിയാതെ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കേണ്ട ചില അത്ഭുതത്തിന്റെ തലങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ പദ്ധതികളെ ഇന്ന് പകൽ നീ ജയിച്ചിട്ടേ പോകാവുള്ളൂ. ഇതിനകത്ത് ദൂത് കേട്ട് വെറുതെ കൈയടിക്കരുത്. ആരാധിക്കുന്നെങ്കിൽ ആ വെളിപ്പാട് കണ്ട് ആരാധിക്കുന്നെങ്കിൽ ആ ദർശനം കണ്ട് ആത്മമണ്ഡലത്തിൽ ആത്മനിറവിൽ ആരാധിച്ചു കയറ്. ആർദ്ധരമനയല. ആമേൻ. ഈ യോസേപ്പ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മിസ്രൈ വന്നിട്ട് പുള്ളി 20 കൊല്ലം കഴിഞ്ഞു കേട്ടോ. 20 കൊല്ലം, സോറി, ലാബാന്റെ വീട്ടിൽ വന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞു. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ കണ്ട ദർശനം
ഒരു ശുശ്രൂഷ, ഇതെല്ലാം യോസേപ്പിൻ്റെ ജനനത്തോടാണ് പുള്ളിയുടെ മൈൻഡിനകത്ത് ഇതെല്ലാം കയറി വരുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ, ആഴം മനസ്സിലാകുന്നുണ്ടോ? നീ അന്യഭാഷ പറയുന്നുണ്ട്, സ്വത്രം, നീ ആരാധിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് ഡയറിയയിൽ പ്രസംഗം എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ നീ തുടങ്ങി വെച്ച പലതും മുടങ്ങിയിട്ട് 20 കൊല്ലം കഴിഞ്ഞെന്ന് ഒരു സ്വത്രം പറയണം. ഇവൻ ദൈവത്തിൻ്റെ ദർശനത്തോടെ, ദൈവിക ദർശനത്തോടെ തുടങ്ങി വെച്ച പലതും പിന്നെ തുടരാൻ അനുവദിക്കാതെ 20 കൊല്ലങ്ങളായി ഇവന്റെ മെമ്മറിന്ന് പോലും ആ ദൈവിക പദ്ധതിയെ എടുത്തു കളഞ്ഞൊരു വ്യാപാര മണ്ഡലമുണ്ട്. നിങ്ങൾ ആ 31-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. അങ്ങ് നോക്കിയേ, അവിടെ ഒരു പരിചയപ്പെടുത്തലല്ലേ അത്? ആന്നോ? അപ്പൊ ശരിക്കും ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിട്ട് എത്ര വർഷമായി? ഇപ്പൊ ദൈവം ചെന്ന് എന്താ പറയുന്നത്? നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. പണ്ട് നിന്റെ ചേട്ടൻ നിന്നെ കൊല്ലായിട്ട് ഓടിച്ചപ്പം നീ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. നീ രാത്രി സ്ഥലത്ത് വന്ന് കിടന്നൊരു കല്ല് തപ്പിയെടുത്താലാണ് ഏട്ട വെച്ച് ഞാൻ രാത്രി നിനക്ക് വേണ്ടി അവിടെ വന്ന്. ഓർമ്മയുണ്ടോ നിനക്ക്? ഒരു ഗോവേണിയൊക്കെ ഞാൻ കാണിച്ച്. ചെറുതായിട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അത് തലക്കിട്ട് നല്ല തട്ട് കിട്ടാത്തതുകൊണ്ടാ. ഓത്രം, ഞാനത് പണ്ട് യേശാവിനെടുത്തായിരുന്നെങ്കിൽ ഇപ്പം അവൻ 5 പള്ളി പണിതേനെ. സ്വോത്രം, ഇച്ചിരി കുർത്തക്കേട് കാണിക്കെങ്കിൽ ഞാൻ പള്ളി പണിതേനെ. സ്വോത്രം, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്നിട്ട് പറയാണ്, സ്വോത്രം, ആ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. ഇപ്പൊ ദൈവം വന്ന് സംസാരിച്ചാൽ പോലും ഇത് ദൈവശബ്ദമാണെന്ന് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാമയും പറയണം. സ്വോത്രം, പെന്തിക്കോസ് എത്ര കൊല്ലം അയച്ചാ? 30 കൊല്ലം. ഇപ്പൊ ദൈവശബ്ദം എന്നാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് വാർദ്ധക്യത്തിൽ ചെവിക്കകത്ത് അഴുക്ക് കയറി അടഞ്ഞുകൊണ്ടല്ല, അകത്തെ മനുഷ്യൻ ചത്ത് കിടക്കുക. നിങ്ങൾ സ്വോത്രം പറയണം. സ്വോത്രം, പിടികിട്ടിയോ? ഞാൻ കളിയാക്കി പറയല്ല, വന്നിരുന്ന അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ഇത് ഭൂതം പറയുന്നതാണോ, ദൈവം പറയുന്നതാണോ, പ്രവാചകനാണോ, ഇത് പറയുന്ന ഇസബേലാണോ, ആരാന്നറിയത്തില്ല. എന്നാലും എല്ലാരും കൈയടിക്കല്ലേ, എന്നാ ഞാനും കൈയടിച്ചേക്കാം. സ്തോത്രം. കൈക്ക് ബന്ധനമില്ലാത്ത കൊണ്ട് കൈ അടിച്ചു പിടിപ്പിക്കുക. ഒരാമയും പറഞ്ഞാട്ടെ. എനിക്ക് ആ വാക്യത്തിനകത്തൊരു സങ്കടമുണ്ടാ. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവം ആകുന്നു. ഞാനെന്നില്ലായിരുന്നു എനിക്ക് സങ്കടമില്ല. സ്തോത്രം. ഒരു ദിവസം ഞാൻ രാവിലെ മീറ്റിങ്ങിന് പോവുകയാണ്. പന്തളത്താണ് എനിക്ക് മീറ്റിങ്. ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ബസ്സിൽ കയറി. കുറച്ച് ഫ്രണ്ടിലായിരിക്കുന്നത് ഞാൻ. ഇരുന്നപ്പോഴേ ക്ഷീണം കാരണം ഞാനൊന്ന് മയങ്ങി. ഒരു സൈഡ് ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ ഈ 2 സീറ്റിൻ്റെ ഇടയിൽ കൂടെ ഒരു വിടവുണ്ടല്ലോ, അതിൽ കൂടെ നോക്കിയപ്പം ഇദ്ദേഹം ഏറ്റവും ആ സൈഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ശകലമേ ഞാൻ കണ്ടുള്ളൂ, ഒരു ഇച്ചിരി. 2 സീറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പം ഇദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് ശകലം കണ്ടുള്ളൂ. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്നേഹിതനാണ്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൺഫേം ചെയ്തിട്ടല്ല പോയത്. സ്വോത്രം. ഞാൻ അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത് പുള്ളി ഉറങ്ങുക, തട്ടി വിളിച്ചാ, ചാ എവിടെ പോവുക? തിരുവല്ലായി മീറ്റിങ്ങിന് പോവുക. ഒരാമയും പറഞ്ഞേട്ടെ. ഞാൻ പന്തളത്താ. ആമേ. കുറച്ച് പേരൊക്കെ ഞങ്ങൾ കുശലമൊക്കെ പറഞ്ഞ് സംസാരിച്ച് സ്വോത്രം പറഞ്ഞാട്ടെ. എൻ്റെ സ്ഥലമായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവിടെ ഇരിക്കുന്നത് ജോബിൻ ബാസാണെന്ന് തോന്നുന്നു, ഒന്ന് കൺഫേം ചെയ്യാം. എഴുന്നേറ്റ് തിരിഞ്ഞ് നിന്ന് എത്തി നോക്കി, പാസ് തന്നെ. അതിൻ്റെ ആവശ്യം വന്നില്ല. എൻ്റെ ഈ ഒരു കണ്ണുകൊണ്ട് പുള്ളിയുടെ തലയുടെ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആയിരുന്നു ജോബിൻ ബാസാന്ന്. പിടികിട്ടിയോ? അത് സ്ഥിരം ഞങ്ങൾ കാണുന്നതുകൊണ്ടാണ്. പിടികിട്ടിയില്ല. സ്വോത്രം. 1-2 മാസം കൂടുമ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ദൈവത്തെ കണ്ട് എത്ര കൊല്ലമായി. അതുകൊണ്ട് ദൈവം പറയാടാ, ഞാനതറിയാമോ, നിന്റെ ദൈവമാ ബേഥേലിന്റെ ദൈവം. ഉയ്യോ, അപ്പളാ പിടികിട്ടിയ ദൈവമായിട്ട് സംസാരിച്ചിട്ട് എത്ര കൊല്ലമായി.
നിനക്കും ദൈവത്തിനും ഇടയിൽ കളിക്കുന്ന ഒരു ലാബാന്റെ വ്യാപാരമുണ്ട്. ഒരു സ്വത്രം പറയണം. നിന്റെ വീട്ടിനകത്ത് സന്ധ്യപ്രാർത്ഥനയ്ക്ക് നിന്നോടൊപ്പം ഇരിക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ കുഞ്ഞുങ്ങൾ നീ ആരാധിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവമായിട്ട് ബന്ധം വിട്ടിട്ട് കാലങ്ങളേറെയായെന്ന് ഒരാമേൻ പറഞ്ഞാട്ടെ. ഞായറാഴ്ച ഇതിനകത്ത് വന്ന് അന്യഭാഷ പറയുന്ന എല്ലാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ചിലരുടെ ലൈഫിനകത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തെ കട്ട് ചെയ്തിട്ട് നാളുകളായെന്ന് പരിശുദ്ധാത്മാവ് ദൈവം ഇതിനകത്ത് ആരാധന പറയുക. ഒരാമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ദൈവ ശബ്ദം നിന്നെ മകളെ മകനെ എന്ന് വിളിച്ചു വിടുകല്ലായിരുന്നു. ആഴത്തിലെ ചില പ്രോജക്റ്റുകൾ നിന്റെ കയ്യിൽ തന്ന ദൈവം 20 കൊല്ലമായി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നോട് ആത്മാവാൻ ദൈവം പറയുന്നു, ഒരു വലിയ പരാജയം നിനക്ക് വരാതിരിക്കേണ്ടതിന്, ഒരു വലിയ തകർച്ച നിനക്ക് വരാതിരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം നിന്നെ മൂടി വച്ചിരിക്കുന്ന ലോകമാകുന്ന ലാബാനെ വെട്ടി ഇളക്കിക്കൊണ്ട് ഉണർന്നെഴുന്നേൽക്കാൻ ദൈവാത്മാവ് ആലോചന കൈമാറുകയാണ്. ഓ വൈഡാമാന വൈഡാരകജല ആത്മനിറവോടെ ആരാധിച്ച്, ആത്മനിറവോടെ ആരാധിച്ച്, ദൈവശക്തിയോടെ ആരാധിച്ച്. ഇരുട്ടിന്റെ കെട്ടുകൾ അഴിയുന്നു. മൂടുപടങ്ങൾ കീറിയെറിയ്, മൂടുപടങ്ങൾ കീറിയെറിയ്. ഇരുളിന്റെ മറകളെ, ഇരുളിന്റെ മറകളെ കീറിയെറിയ്, കീറിയെറിയ്. പൊട്ടണം, പൊട്ടണം. ആ പുരാമാന ശൈഡ രഗജല അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് കളിക്കുന്ന ഒരു ലാബാന്റെ മണ്ഡലം ഇന്ന് പകൽ അഴിയുന്നു, ഇന്ന് പകൽ അഴിയുന്നു. വാഗ്ദത്തമുള്ള ചിലതിനെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തടയുന്ന ലാബാന്റെ മണ്ഡലങ്ങൾ അഴിയട്ടെ, 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 അഴിയട്ടെ. പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക. വിട്ടുകൊണ്ട് ആരാധിച്ചേ. ഭൂരകക്ഷിയാര, അർത്ഥപക്ഷയാര, അന്തപക്ഷിയാര, അർത്ഥവേദിയാര. ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ. ആരാധിച്ചു കയറ്, ആരാധിച്ചു കയറ്. വാഗ്ദത്തങ്ങളിൽ, വാഗ്ദത്തങ്ങളിൽ 6 കൊല്ലം മുമ്പ് ഭൂമിയിൽ നിന്നും നിന്നെ പിഴുതു മാറ്റിക്കളയാൻ പിശാച് പദ്ധതിയിട്ടതാ. ആ ദിവസം മുതൽ ഇന്ന് വരെയും ആ ശത്രുവിന്റെ തേറ്റപ്പല്ല് നിന്നെ തൊടാതിരിക്കേണ്ടതിന് മുൻപട പിൻപടയായി ദൈവത്തിന്റെ കരുതലും കാവലും ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഈ ആണ്ട് താണ്ടും മുമ്പ് ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ശക്തിയോടെ പ്രാർത്ഥിച്ചേ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചേ, അധികാരത്തോടെ പ്രാർത്ഥിച്ചേ, അധികാരത്തോടെ പ്രാർത്ഥിച്ചേ, ആത്മനിറവോടെ പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചു കയറിക്കോണം. ദൈവത്തിന്റെ കരം ഇതുവരെ നിന്നെ താങ്ങി, ഇതുവരെ നിന്നെ പരിപാലിച്ചു. ശക്തിയോടെ പ്രാർത്ഥിച്ചു കയറിക്കോണം.
ചില വെല്ലുവിളികളുടെ നടുവില് അവൻ നിന്നെ വിട്ടുകൊടുത്തില്ല. കോഴിക്കുഞ്ഞിനെ റാന്തുന്ന പരുന്തലിനെ പോലെ നിനക്കെതിരെ വട്ടവട്ട കറങ്ങിയ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചതാ. ഉണരണം, പ്രാർത്ഥിക്കണം. ഒരു സംഹാരകൻ നിന്റെ മുമ്പിലുണ്ട്. നിന്നെ ആത്മീയമായി ശത്രു ഒതുക്കി വെച്ചിരിക്കുക. പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിപ്പാൻ കഴിയാതെ ശത്രു നിന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു ലാബാന്റെ കെട്ട് നീ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ആ കൺകൾ നിറഞ്ഞ് കരയുമെങ്കിൽ കെട്ടിനകത്തുനിന്ന് പൊട്ടിച്ച് ചില വാക്തത്വങ്ങൾ ഇതിനകത്ത് വെച്ച് ചില ദൈവദാസന്മാർ നിന്നോട് പറഞ്ഞ വാക്തത്വങ്ങളിലേക്ക് ദൈവം നിന്നെ ഉണർത്തും. ചില അസാധാരണമായ വിടുതലുകളെ കണ്ടുണരുവാൻ ദൈവം നിന്നെ സഹായിക്കും. ഒരുമിച്ച് സഭ പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ, ആത്മനിറവോടെ പ്രാർത്ഥിച്ചേ. അധികാരത്തിന്റെ ദൈവം, ലാബാന്റെ പദ്ധതിയിൽ നിന്ന് നിന്നെ പൊട്ടിച്ചെടുത്ത ദൈവം, ലാബാന്റെ കെട്ടിനകത്ത് നിന്ന് നിന്നെ പൊട്ടിച്ചെടുത്ത ദൈവം ഇന്ന് പകൽ ആ കൃപയുടെ കരം ഈ പകൽ നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. അധികാരത്തോടെ പ്രാർത്ഥിച്ചേ, ആത്മനിറവോടെ പ്രാർത്ഥിച്ചേ, ആത്മനിറവോടെ പ്രാർത്ഥിച്ചേ. ശത്രുവിന്റെ പദ്ധതികളെ വെട്ടുന്നൊരു ദൈവം. ചൂടാമാന ബൗഡമാന ഘടകരകതല. ആ കുഞ്ഞിനെ കൊണ്ടിങ്ങി വാ, എന്നാലും ഇവിടം വരെ വന്നു പോയതല്ലേ, വന്നട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ കരം വെളിപ്പെടും. ഇതിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അത് രാജകീയ അഭിഷേകമായിരിക്കും. പ്രത്യേകമായ ജ്ഞാനവും ബുദ്ധിയും ആമേശ്വത്രം പ്രത്യേകമായ കഴിവിൻ്റെ തലങ്ങളും കൊടുത്ത് കർത്താവ് മാനിക്കും. ചിലരെ ഉണർത്തുവാനും ചിലരെ കരകയറ്റുവാനും ഞാൻ ഈ തലമുറയെ ബലപ്പെടുത്തും. ഉദരത്തിനകത്തുനിന്ന് ബലഹീന പാത്രമാക്കി ഈ കുഞ്ഞിനെ പുറത്തെടുപ്പിച്ച് ജീവിതകാലം മൊത്തം ഈ കുഞ്ഞിനെ ഓർത്ത് കരയുവാനും ഈ കുഞ്ഞിനെ പിടിച്ചോണ്ട് നടക്കുന്നവരെ നോക്കി ജാതികൾ പരിഹസിക്കേണ്ടതിന് ഒരു ബലഹീനത ഈ കുഞ്ഞിൻ്റെ മേൽ വരുത്തി കളയേണ്ടതിന് ഉദരത്തിനകത്ത് കിടന്ന കാലത്ത് ശത്രു നല്ലപോലെ വെല്ലുവിളിച്ചെങ്കിലും പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിൽ ദൈവം കൊടുത്ത തലമുറയ്ക്ക് നേരെ ശത്രു ഒരുക്കിയ പദ്ധതികളെ വെട്ടിമാറ്റിയ ഒരു ബേഥേലിന്റെ ദൈവമുണ്ടെന്ന് ചൂടാമാന ഘടകസിയാര. ആർക്കും അടിമയായിട്ടല്ല, ഒരു ഉടമസ്ഥതയെ പോലെ പ്രത്യേകമായ നന്മയുടെയും ആത്മീയത്തിൻ്റെ തട്ടകത്തിനകത്ത് പേരും പെരുമയുള്ളൊരു തലമുറയാക്കി ഞാനിതിനെ മാനിക്കുന്ന ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അതുകൊണ്ട് പ്രത്യേകമായ പ്രാർത്ഥനയിലും പ്രത്യേകമായ ഒരു കരുതലും ആത്മീയമായ അനുഭവത്തിൽ ഇതിനെ ശാസനയോടെ ഗുണീകരണത്തോടെ വളർത്തുമെങ്കിൽ വാഗ്ദത്തങ്ങൾക്ക് ഒരടയാളമായി തമ്പുരാന്റെ വരവിന് മുമ്പേ സ്വർഗം ഇതിനെ ആ കൂടാരത്തിനകത്ത് ഒരു വെളിച്ചമായി മാറ്റിയെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സഭ ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ശത്രുവിന്റെ പദ്ധതികൾ നിന്റെ തലമുറയ്ക്ക് നേരെ എഴുതി വയ്ക്കുന്ന അമ്പുകളെ, ശത്രുവിന്റെ പദ്ധതികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പൊട്ടിച്ചു മാറ്റുകയാ, ഇന്ന് പകൽ പൊട്ടിച്ചു മാറ്റുകയാ, ഈ പകൽ പൊട്ടിച്ചു മാറ്റുകയാ. ആത്മനിറവൻ ആരാധിച്ച് കയറ. ഭൂരാഭാര ഭാരഭാര ഭൂടഭാര ഭാരഭാര. ആമേൻ. ഹല്ലേലൂയ. ഈ യോഗം ഒരു സ്പെഷ്യൽ യോഗമാണെന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പോരാ, ശക്തിയോടെ. ആമേൻ. ഇതൊരു സ്പെഷ്യൽ യോഗമാണ്. ചിലർക്കുള്ള ദൈവത്തിൻ്റെ ഗൈഡൻസ് വ്യക്തിപരമായി ലഭിക്കുന്ന യോഗമാണ്. രാമൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നമ്മുടെ സ്നേഹബന്ധം അവിടെ കിടക്കട്ടെ. പറന്നുയരേണ്ട സമയമായി, തലം വിട്ട് പൊങ്ങേണ്ട സമയമായി, തട്ടകം വിട്ട് പറക്കേണ്ട സമയമായി. ചില പ്രവചനത്തിന്റെ നിവർത്തിയുടെ എൻഡ് ടൈമിൽ നിൽക്കുന്നെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. കുടുംബമായി കരം കോർത്തു, കുടുംബമായി കരം കോർത്തു. തലമുറകളുടെ സിലബസ് മാറ്റുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. പരിശുദ്ധ എനിക്കറിയത്തില്ല, ദൈവാത്മാവ് പറയുന്നു തലമുറകളുടെ സിലബസ് മാറ്റുന്ന ഒരു തലത്തിലേക്കുള്ള യാത്രയുടെ ക്രമീകരണം ദൈവം ഒരുക്കാൻ പോവുക.
വാഗ്ദത്തങ്ങൾ നിറയുന്നു. ആമേൻ. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. മാമ ഒന്ന് കാര്യം ഓർത്ത് സ്തോത്രം പറഞ്ഞേ. ശക്തിയോടെ സ്തോത്രം പറ, ശക്തിയോടെ പറ. ഹല്ലേലൂയ. തനിച്ചാണോ വന്നേ? വേറെ ആരിലൂടെ ഉണ്ടോ? ഇല്ല. ഒരു വചനം തന്നാൽ അത് വ്യാഖ്യാനിച്ച് കയറിക്കോണം. എടുക്കരുതാരും. പുറപ്പാട് 7:15 സംഭവം പറഞ്ഞു തരാം. ദൈവം പറഞ്ഞു, മോശേ, അതികാലത്ത് ഫറവോൻ വെള്ളത്തിനരികെ വരും. അവൻ വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? അവിടെ നിൽക്കണം. അതികാലത്ത് എല്ലാ ദിവസവും ഏർലി മോർണിംഗിൽ ഫറവോൻ എവിടെ വരും? നൈൽ നദിയുടെ കടവിൽ. പക്ഷെ നാളെ അവൻ വരും മുമ്പ് നീ അവിടെ എന്ത് ചെയ്യണം? ഒരാമയം പറയണം, ഒരാമയം പറയണം. കാരണം ആ നദിയെക്കുറിച്ച് പറയുന്നത്, ആ നദി അവന് വേണ്ടി ഉണ്ടാക്കിയതും അതിനകത്ത് മുതലകളെ ഇട്ടിട്ടുണ്ട്. അതവൻ്റെ ദൈവമാണ്. നാളെ അവൻ അവിടെ വരും മുമ്പ് അവനും അവൻ്റെ ശക്തിക്ക് നടുവിൽ നീ കയറി നിൽക്കണം. ചിലതിനെ വെട്ടിക്കോണം, ചിലതിനെ വെട്ടിക്കേറേണ്ട സമയമായി. ഇതാ ഇന്ന് പകൽ നിന്നെ ചില പോരിനെ വെട്ടി വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ടതിന് ഒരു ശക്തി ഇപ്പോൾ നിന്റെ മേൽ കൈമാറുകയാ. ആരാധിച്ചു കയറ്, ആരാധിച്ചു കയറ്. ചൂടാപാന വൈഡമാന ഘടക. യെസ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശാക്തീകരണം. യെസ്, കെട്ടുപൊട്ടി ആരാധിക്ക. ഹല്ലേലൂയ. സ്വോത്രം. ക്യാമറാമാൻ ചുറ്റി പോകത്തുള്ളൂ. സ്വോത്രം പറഞ്ഞാട്ടെ. ദൂതെടുത്ത് ഇറങ്ങുന്നതുകൊണ്ട് അച്ചായന് കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങോട്ട് തിരിക്കണം. നമുക്ക് രാത്രി സ്റ്റാൻഡേർഡായിട്ട് പിടിക്കാം. ഒരാമേൻ പറഞ്ഞാട്ടെ, പകലിങ്ങി പോകട്ടെ. സ്വോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. കരമുയർത്തി സ്വോത്രം പറയണം. ഹല്ലേലൂയ. ഞാനൊരു മർമ്മം കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പ് യാക്കോബിൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ വലുതാണ്. നിങ്ങൾ ഇത് വെച്ചോണ്ട് വീട്ടിൽ പോയി ബൈബിൾ വായിച്ചു നോക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. യോസേപ്പ് യാക്കോബിൻ്റെ ലൈഫിൽ വന്ന ശേഷം ഉണ്ടായ മാറ്റങ്ങൾ വലുതാണ്. ഒന്ന്, ലാബാൻ്റെ കെട്ടിനകത്തുനിന്ന് പുറത്തു വരണം. 2, തൻ്റെ ദൈവം തൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരിക. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് കളം വെട്ടി പറയാൻ പോവാ. യോസേപ്പ് സ്വപ്നക്കാരനാ അല്ലേ? അപ്പൊ സ്വപ്നക്കാരൻ വീട്ടിൽ വന്നാൽ ചിലർ ദൈവത്തെ കാണും. യാക്കോബ് ദൈവത്തെ കണ്ടിട്ട് എത്ര നാളായി? ഇപ്പൊ യോസേപ്പ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എവിടെ ഇറങ്ങി വന്നു? അങ്ങനെ ഞാനൊരു വാക്യം കൂടെ കയറ്റി പറയാൻ പോവാ. ഈ യോസേപ്പിനെയാണ് പണ്ട് യാക്കോബ് എന്ത് ചെയ്തത്? ശാസിച്ചത്. മേല സ്വപ്നം പറഞ്ഞു പോകരുത്. എടാ തന്തേ, നീ ദൈവത്തെ കണ്ടത് ഈ ചെറുക്കൻ ജനിച്ച ശേഷമാണ്. സ്വോത്രം പറഞ്ഞാട്ടെ. പിടികിട്ടിയോ? 20 കൊല്ലം ദൈവമായിട്ട് ബന്ധമില്ലാതെ കിടന്ന് ഇവൻ ജനിച്ച ശേഷമാണ് ദൈവം വന്നു പറഞ്ഞു, ഞാൻ ബേഥേലിന്റെ ദൈവം ആടാന്ന്. ആ ചെറുക്കൻ സ്വപ്നം പറഞ്ഞപ്പോൾ മേല ഇവിടെ വെളിപ്പാട് പറഞ്ഞു പോകരുത്. അപ്പൊ നിന്റെ വീട്ടിനകത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? അല്ലേ പറയാൻ ഞാൻ പറഞ്ഞില്ല. നിന്റെ വീട്ടിനകത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? പിശാചൊന്നുമല്ല, നീ തന്നെയാ. സ്തോത്രം പറയണം. നീയോ സ്വപ്നം കണ്ടിട്ട് വർഷങ്ങളായി. എന്ന കാണുന്ന ഒരുത്തനെ നീ വീട്ടിലിട്ട് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരാമയം പറയണം, ഒരു സ്തോത്രം പറയണം. ഒരു സ്വപ്നക്കാരൻ നിന്റെ വീട്ടിനകത്ത് ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? നിനക്കും കൂടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ തലമുറ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവ് സ്വപ്നം കാണുന്നെങ്കിൽ അത് അവർക്ക് അഹങ്കരിക്കാനല്ല, നിന്റെ വീട്ടിനകത്ത് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, നിനക്കൊരു ഉണർവിന് വേണ്ടിയിട്ട്, നിനക്കൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടുപോയ ആത്മീയ മണ്ഡലത്തിലേക്ക് നിന്റെ കുടുംബത്തെ മടക്കി എടുക്കാനോ ചിലതിന് നിന്റെ വീട്ടിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചത്. സ്വോത്രം. 20 കൊല്ലം ഈ മനുഷ്യർ കോട്ടേജ് മീറ്റിന് പോലും വന്നിട്ടില്ല.
ഇപ്പം നമ്മൾ സഭയെ യോഗം വെക്കുമ്പേ ചിലതൊന്നും വരികയില്ല. ചിലർ പിന്നെ വലിയ യോഗത്തിനെ വരുള്ളൂ, ചെറിയ യോഗത്തിന് വരത്തില്ല. സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ അവരൊന്നും കുറ്റം പറയുന്നില്ല. നീ ലാബാൻ്റെ കീഴിലാണ്. 20 കൊല്ലമായി കോട്ടേജ് മീറ്റിങ്ങിന് പോയിട്ട്. രാമൻ പറയണം സ്വത്രം. ഒരു ചൊവ്വേ നേരെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് 20 കൊല്ലമായി. യോസേപ്പ് ജനിച്ചപ്പോളാ ഇദ്ദേഹം നേരത്തെ ഏത് ലെവലിലായിരുന്നു എന്ന് പറഞ്ഞാൽ, യാക്കോബ് ഒരു സ്ഥലത്ത് കിടക്കുമ്പം ദൂതന്മാരെ ഇറക്കി ദൈവം സ്വത്രം ഒരു രാത്രി മുഴുവൻ സംസാരിച്ചെങ്കിൽ ഈ മനുഷ്യനും ദൈവവും തമ്മിലുള്ള കണക്ഷൻ വലുതാണ്. ആ ബന്ധമാണ് ലാബാൻ ആദ്യം വെട്ടിയത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ലാബാൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? ലോകമെന്ന ലോകം. സ്തോത്രം. ഈ ലോകത്തിനറിയാം നിന്റെ ഏറ്റവും വലിയ ബലം ദൈവശബ്ദമാണെന്ന്. പണത്തെക്കാൾ, ആൾബലത്തെക്കാൾ, നിന്റെ ബിസിനസിനേക്കാൾ നിന്റെ ബലം ദൈവശബ്ദമാണെന്നറിയാം. ആ ബന്ധത്തെ വെട്ടുന്ന ഈ ലോകം, ഈ ലാബാന്റെ മേൽ ഇന്ന് പകൽ നീ ജയമെടുക്ക. പോരാ 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 പോരാ. അസാധാരണ റെവലേഷനിലേക്ക്, ഒരു അസാധാരണ വിടുതലിലേക്ക് ദൈവം നിന്നെ കൈപിടിക്കട്ടെ. സ്തോത്രം. ആമേൻ. കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകണമെന്നുണ്ട്. രാത്രി നമുക്ക് ഇറങ്ങാം. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഈ യോസേപ്പ് ജനിച്ച ശേഷമാണ് യാക്കോബിന് പല മാറ്റം ഉണ്ടായത്. പിന്നെ യാക്കോബിന്റെ ആത്മനിലവാരം പറയാൻ പോവാ. ദൈവം പ്രത്യക്ഷനായി, ഞാൻ ബേഥേലിന്റെ ദൈവമാകുന്നു. ശേഷം ലാബാന്റെ വീട് വിട്ടിറങ്ങുന്നു. അവിടെ തിരുവെഴുത്ത് പറയുന്നു, ലാബാൻ യാത്ര അയച്ചെന്നാണ്, ഓടിപ്പോയെന്നാണ്. യാക്കോബ് ലാബാനോട് അനുവാദം ചോദിക്കാതെ സ്വതന്ത്രം. പണ്ട് അനുവാദം ചോദിച്ചാലും വിടുകയില്ല. ഇപ്പൊ എന്ത് ചെയ്ത്? അങ്ങനെ ലാബാനെ വിട്ട് ഈ ഭാര്യമാരെ മക്കളെയും കൊണ്ട് ഓടണമെങ്കിൽ ആകപ്പാട് 5-6 പേരായിട്ടല്ല ഓടുന്നേ. സ്വതന്ത്രം പറയണം. ഒരു വലിയ കൂട്ടത്തെയും കൂടെ ഓടിക്കണം. മൃഗങ്ങളുണ്ട്, സമ്പത്തുണ്ട്, സ്തോത്രം, ആളുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വെപ്പാട്ടിമാരുണ്ട്, ഭാര്യമാരുണ്ട്. ഇവരെല്ലാരെയും കൊണ്ട് ഇവൻ ഓടണമെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടത് കൊണ്ടല്ലേ? നിങ്ങൾ സ്തോത്രം പറയണം. ലോകത്തോടൊരുത്തൻ വേർപെടുന്നെങ്കിൽ, ലോകമോഹങ്ങളെ ജയിക്കുന്നെങ്കിൽ, അനാത്മീയതയെ ജയിക്കുന്നെങ്കിൽ, ജഡത്തിന്റെ പോരുകളെ ജയിക്കുന്നെങ്കിൽ അവന്റെ ശാരീരിക ബലമല്ല, അവന്റെ ആത്മീയ ബലമാ. സ്വത്രം. 2, ഈ മനുഷ്യൻ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് എവിടേക്കെന്നറിയാമോ? യാബോക്കിന്റെ കടവിലേക്ക്. സ്വത്രം പറയണം. ഇപ്പൊ പുള്ളിയുടെ അകത്തുള്ള ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഭാര്യമാരെ എല്ലാം അക്കരെ കയറ്റിയേച്ചും പുള്ളി ഇക്കരെ തനിച്ചായിട്ട് പുള്ളി എന്ത് തീരുമാനിച്ചു? എനിക്ക് ഈ രാത്രി ദൈവത്തോട് സംസാരിക്കണം. അപ്പൊ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ കാരണം ആരാ? ആ യോസേപ്പിനെ ഇപ്പൊ ശാസിക്കുന്നത്, മിണ്ടരുത്. എടാ, നിനക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത് ആരാ? അവനെ അല്ലേ ഇപ്പൊ നീ കുത്തിക്കൊണ്ടിരിക്കുന്നേ? നിങ്ങളുടെ കാര്യമല്ല, വേറെ എവിടെ ഉള്ളതാ? സ്തോത്രം പറയണം. ചത്തുപോകേണ്ട നിന്റെ കിടക്കക്കരിയെ വന്ന് പ്രാർത്ഥിച്ച് നിന്നെ സ്വോത്രലിയ ആമ ഓലയെ നീർക്കില് കീറിയെടുക്കും പോലെ ആ മരണത്തിൽ നിന്നെ വിടിവിച്ചിട്ട് ആ ഈർക്കിലെ തുണ്ട് വെച്ച് ഇവിടെ വന്നിരുന്ന് കുത്തരുത്. ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. സ്തോത്രം. യോസേപ്പിന് നോക്കി അപ്പം പറയാ, മേലാൽ ഈ വീട്ടിൽ നീ സ്വപ്നം കാണുകയും ചെയ്യണ്ട, പറയുകയും ചെയ്യണ്ട. സ്വത്രം. യോസേപ്പ് തല താഴ്ത്തി കരഞ്ഞ് മുറിക്കകത്തോട്ടും തമ്പുരാൻ പറഞ്ഞ്, കരയണ്ടടാ ചക്ക,
കരയണ്ട. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ ഇപ്പം ഇത്രത്തോളം ആത്മീയം കളിച്ച് നിൽക്കുന്നത് നീ ഈ കുടുംബത്തിൽ ജനിച്ച ചേട്ടവാ. ഇല്ല, ഇപ്പോൾ ഇവൻ എവിടെ കിടന്നേനെ? ലാബാന്റെ വീട്ടിൽ കിടന്നേനെ. ലാബാന്റെ വീട്ടിൽ കിടന്ന് ഊപ്പാട് വരേണ്ട പലതും ഈ ചുമപ്പ് കസേര വന്നിരുന്ന് കൈ അടിക്കുന്നതിൻ്റെ കാരണം ദൈവം അയച്ച ഒരു യോസേപ്പ് നിന്റെ വീട്ടിൽ വന്നതുകൊണ്ടാ. പണ്ട് ദർശനക്കാരന് വേണമായിരുന്നു, പണ്ട് സ്വപ്നക്കാരന് വേണമായിരുന്നു. സ്വോത്രം. പണ്ട് പൈസ ഇല്ലെങ്കിലും ഒരു ദൈവദാസൻ വന്നാൽ പ്രാർത്ഥിക്കാൻ ഇടവില്ലെങ്കിലും ആഴ്ച ദൈവദാസന്മാരെ വിളിച്ചിറക്കി എന്ത് ചെയ്യും? ദൂത് കേൾക്കുമായിരുന്നു. ഇപ്പം ഏത് മുറി കിടക്കണമെന്ന് അറിയത്തില്ല, ഒരെണ്ണത്തെ വീട്ടിൽ കയറ്റുകയല്ല. കാരണം നമ്മൾ തികഞ്ഞ് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാരണം നിന്റെ വീട്ടിൽ കൺക്ലൂണൻസ് ഉണ്ട്, കമൻട്രി ഉണ്ട്, ഡെക്സ് ബൈബിൾ ഉണ്ട്. ഒരാമേ പറഞ്ഞാട്ടെ. പിന്നെ സ്വോത്രം പറയാം. അത്യാവശ്യം കോട്ടേജ് മീറ്റിനൊക്കെ എന്ത് ചെയ്യും? എഴുന്നേറ്റ് പ്രബോധിപ്പിക്കാനുള്ള ത്രാണിയായി. സ്വോത്രം പറഞ്ഞാട്ടെ. ഒക്കുകയല്ല, എന്നാൽ ഒപ്പിക്കും. ഒരാമേ ഞാൻ പരിഹസിക്കുകയല്ല. ഇപ്പം നമ്മൾ ഒരു തട്ടകത്തിൽ കയറി നിൽക്കാൻ പ്രാപ്തിയായപ്പോൾ പ്രവാചകന്മാരെയും വേണ്ട, സ്വപ്നക്കാരനെയും വേണ്ട, ദർശകനെയും വേണ്ട. സ്വോത്രം പറഞ്ഞാട്ടെ. ഒരാമേ പറയണം, ഒരാമേ പറയണം. പക്ഷെ ലാബാന്റെ വീട്ടിനകത്ത് നിന്നും നിന്നെ വലിച്ചിറക്കിയ ആ വെളിപ്പാട് നീ മറക്കരുത്. നിന്റെ കുടുംബത്തെ പിശാചിന്റെ കയ്യിൽ നിന്ന് കെട്ടുപൊട്ടിച്ചെടുത്ത ആ ദൂത് നീ മറക്കരുത്. ദേശത്ത് നിന്ന് രാത്രിക്ക് രാത്രി ഓടിപ്പോകത്തക്ക നിലയിൽ വമ്പം പ്രതികൂലങ്ങൾ നിനക്കെതിരെ ഇട്ട ആ രാത്രിയിൽ നിന്നെ വിടുവിച്ച ദൂത്, നിന്നെ വിടുവിച്ച മെസ്സേജ്, നിന്നോട് പറഞ്ഞ ദൂത്, പറയിപ്പിച്ച ദൈവത്തെ മറന്നു കളയരുത്. മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുക. ഒരു റിക്വസ്റ്റ് ഞാൻ പറയുക, ദൂരത്തായാലും ചാരത്തായാലും രാത്രി എല്ലാ ദൈവമക്കളും വരണം. ഈ മെസ്സേജിന്റെ വാമഭാഗമാണ് ഇപ്പൊ പറയുന്നത്. ഇതിന്റെ സിംഹഭാവം രാത്രി എടുക്കും. യോസേപ്പ് ഇവന്റെ ലൈഫിലോട്ട് വന്നപ്പോ യാക്കോബനുണ്ടായ വിടുതലുകൾ. സ്വോത്രം പറയണം. ആമേൻ, ആമേൻ. സ്വോത്രം. ഞാനൊരു ദൂത് ഇറക്കി പറയാൻ പോവാ. അധ്യായം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. ദുരുപദേശമല്ല. ഈ പുള്ളി പറഞ്ഞ് ഇനി മേല നീ വീട്ടിൽ എന്ത് ചെയ്യരുത്? സ്വപ്നം പറയരുത്. കേട്ടല്ലോ. നിന്റെ ബൈബിൾ കോളേജിലും നിന്റെ പ്രയർ ഗ്രൂപ്പിലൊക്കെ നീ അങ്ങ് പ്രസംഗിച്ച് നടന്നാൽ മതി. സ്തോത്രം. ചെറുക്കൻ പിന്നെ സ്വപ്നവും പറയത്തില്ല, വെളിപ്പാടും പറയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദീനാമ ചെന്ന് കുരുങ്ങി, പിടികിട്ടിയില്ല. ദീന ചെന്ന് എന്ത് ചെയ്ത്? കുരുങ്ങി. സ്തോത്രം. നീ സ്വപ്നക്കാരൻ്റെ വായ അടപ്പിച്ചാൽ വീട്ടിലുള്ള ചിലത് കുരുങ്ങും. ഒരാമയം പറയണം. അപ്പം വീട്ടിനകത്ത് ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ചില സ്വപ്നങ്ങൾ ദൈവം കൊടുക്കുന്നെങ്കിൽ ആ വീടിൻ്റെ പ്രൊട്ടക്ഷൻ അത്. പിടികിട്ടിയോ? ആ വീടിൻ്റെ പ്രൊട്ടക്ഷൻ അത്. സ്വോത്രം. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ചാച്ചാ ഒരു പാമ്പ് കാലെ കടിക്കുന്ന ഒരു സ്വപ്നം ഇങ്ങനെ വെളിപ്പാട് കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആരെ ഉയിരില്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്നെ പേടിപ്പിക്കാതെ. സ്വോത്രം. പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് കാശും തരികയില്ല. സ്വോത്രം. എനിക്കറിയാം പ്രാർത്ഥിച്ച് പറഞ്ഞ് അത് കറക്റ്റായിരിക്കും. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞായറാഴ്ച ആരാധനയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ചർച്ചിന് വന്ന് ഇരുന്നപ്പോൾ മുതൽ എൻ്റെ ഈ ബാക്ക് സൈഡ് മുഴുവൻ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞിട്ട് മുളക് തേച്ച് നീറുന്ന പോലെ നീറുകയാണ്. എന്തൊരു അസ്വസ്ഥ എനിക്ക്. അപ്പോൾ സഭയിലെ ഒരു അങ്കിൾ എഴുന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞാൻ പുൽപ്പിറ്റൊന്ന് കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞു കയറിക്കോളാം പറഞ്ഞു. ഒരു പാമ്പിൻ്റെ പോര് പാസ്കുണ്ട്. ഞാൻ ചോദിച്ചു, അവൾ മിനിഞ്ഞാന്ന് വല്ലതും വിളിച്ചായിരുന്നോ? സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് അങ്ങനെ ചിന്താദ്യം വരുന്നത് ഇനി ഇവർ തമ്മിൽ ഒത്തോണ്ടുമല്ലോ. ഇല്ല അങ്കിളെ, ഇല്ല പാസ്റ്ററേ, എനിക്കിപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കും കിട്ടിയാന്ന് പറഞ്ഞ് ശുശ്രൂഷാ മധ്യത്തിൽ ഞാൻ അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് ആരാധന കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പാസ്റ്ററങ്കിളെ ഓടി വരാൻ പറഞ്ഞ്
ചർച്ചിൻ്റെ ചെറിയ മിറ്റം, ഇത്ര ഡിസ്റ്റൻസ് ഉള്ള മിറ്റം, മതിൽ കഴിഞ്ഞ റോഡാണ്. നോക്കിയപ്പോൾ ആ റോഡിൽ, ഗേറ്റിൻ്റെ നേരെ റോഡിൽ ഒരു മൂർഖം പാമ്പ് ലോറി കയറി ചതഞ്ഞ് കിടക്കുന്നു. അവിടെ എന്തായാലും ചായ കുടിക്കാൻ വന്നതല്ല. സ്വതന്ത്രം പറഞ്ഞോട്ടെ. ആമേൻ, ആമേൻ. കരം ഉയർത്തി സ്വതന്ത്രം പറഞ്ഞേ. ഒന്നില്ല, അത് വണ്ടിക്കകത്ത് കയറും, ഇല്ല ബാത്റൂമിനകത്ത് കയറും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കയറിയിരിക്കും. ഞാൻ ആഴ്ച ഒരു 4 പ്രാവശ്യം ചർച്ചിൽ പോകുന്നുണ്ട്. ഇതെനിക്കിട്ട് പണി തരാൻ വന്നതാ. പക്ഷേ പ്രാർത്ഥിക്കുന്നവൾക്ക് ദൈവം വെളിപ്പെടുത്തി. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്ന് മുതൽ അവൾക്ക് ആ കൃപ കിട്ടിയോ അന്ന് മുതൽ അത് എനിക്ക് പ്രൊട്ടക്ഷനാ, എൻ്റെ തലമുറകൾക്ക് പ്രൊട്ടക്ഷനാ. ഒരാമേ പറഞ്ഞാട്ടെ. എൻ്റെ കുടുംബത്തിന് പ്രൊട്ടക്ഷനാ. ഒരു സ്വത്രം പറയണം. ഇന്ന് പകൽ നീ പറ, എൻ്റെ ഭാര്യയ്ക്ക് വെളിപ്പാട് കൊടുത്തത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. എൻ്റെ അച്ചായന് ദർശനം കൊടുത്തത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പാട് കൊടുത്തത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അച്ഛാ കെട്ടുകിടക്കുന്ന ജനത കുരുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, നിന്റെ വീട്ടിലെ പെൺതലമുറ കുരുങ്ങാതിരിക്കേണ്ടതിന്, നിന്റെ വീട്ടിലെ ആൺതലമുറ വാളെടുക്കാതിരിക്കേണ്ടതിന്, ശത്രു ഒരുക്കുന്ന കെണിയിൽ നിന്റെ കുടുംബം കയറി കുരുങ്ങാതിരിക്കേണ്ടതിന് ഒരു യോസേപ്പിനെ ദൈവം നിനക്ക് തന്നത്. ആമേൻ. ദീന വഷളാകത്തില്ലായിരുന്നു. സ്വത്രം. ശിമയും ലേവിയും വാളെടുക്കത്തില്ലായിരുന്നു. യോസേപ്പിനെ മാനിക്കേണ്ട പോലെ, അവനെ ആദരിക്കേണ്ട പോലെ വീട്ടിനകത്ത് ആദരിച്ചെങ്കിൽ ഈ ചേട്ടന്മാർ വാളെടുക്കത്തില്ലായിരുന്നു. ഈ സഹോദരി ജാതീയ തട്ടകത്തിലേക്ക് ഇറങ്ങി പോകത്തില്ലായിരുന്നു. ഇന്ന് രാത്രി പറയണോ, ആ ദർശനത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണം. എന്റെ കുടുംബത്തിനകത്ത് വാഗ്ദത്ത സന്തതികളെ കുരുക്കേണ്ടതിന്, ചതിക്കേണ്ടതിന്, തകർക്കേണ്ടതിന്, ഉടക്കേണ്ടതിന്, എന്റെ കുടുംബത്തിനകത്ത് പതിയിരിക്കുന്ന ചില പോരാട്ടങ്ങളെ കണ്ടുപിടിച്ച് വെട്ടി മാറ്റേണ്ടതിന്, ചില ദർശനങ്ങളിലേക്ക്, ചില വെളിപ്പാടിലേക്ക് എന്നെ ഇറക്കണമേ. ആരാധിച്ച് കയറ്, ആത്മാവിൽ ആരാധിച്ച് കയറ്. ഓ റീബാരാബ റീബാരാബ. വിട്ടുകൊടുത്ത് ആരാധിച്ച്, അല്പനേരം വിട്ടുകൊടുത്ത് ആരാധിച്ച്. ആത്മനിറവോടെ, ആത്മനിറവോടെ, ആത്മനിറവോടെ ആരാധിച്ച് കയറ്, ആരാധിച്ച് കയറ്. വിട്ടുകൊടുത്ത് ആരാധിച്ച്, വിട്ടുകൊടുത്ത് ആരാധിച്ച്. ഒരു ജയം വെളിപ്പെടട്ടെ. ൂരവാര ചൂടരാജ അർത്ഥരാജ അന്തവച്ചി ധാരവേദ ധൂരരാര അർത്ഥരേത അബ്ദവാര ധൂരവച്ച ധീരവച്ച. ദൈവം തൊടട്ടെ, ദൈവം തൊടട്ടെ. ആരാധിച്ച് ആത്മാവിൽ ജയമെടുക്ക്, ആരാധിച്ച് ആത്മാവിൽ ജയമെടുക്ക്. ദൈവപ്രവൃത്തി വെളിപ്പെടണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം. വാഗ്ദത്തങ്ങളാൽ നിറയ്ക്കണം. ദൈവകരം വെളിപ്പെടണം, ദൈവകരം വെളിപ്പെടണം, ദൈവകരം വെളിപ്പെടണം. ശത്രുവിന്റെ പദ്ധതികളെ, മഹത്വത്തിന്റെ രാജാവ് നിനക്ക് ബലമുള്ള കോട്ടയാണ്. അവർ നിന്നെ ജയിക്കയില്ല. പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇരമ്യാവിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ദൈവം നിനക്ക് കൈമാറുകയാണ്. അവർ നിന്നെ ജയിക്കയില്ല, അവർ നിന്നോട് പൊരുതും, ജയിക്കയില്ല. പ്രാർത്ഥിച്ചു കഴിക്കും. ദൈവകരം വെളിപ്പെടട്ടെ, ദൈവകരം വെളിപ്പെടട്ടെ. ഉണരട്ടെ, ദൈവസന്ധി ഉണരട്ടെ. യാഗവീട് കെട്ടുകിടക്കരുത്, ഉണർന്ന് കേറട്ടെ, ബലം ധരിക്കട്ടെ. വില്ലാളികൾ നിന്നെ വിഷമിപ്പിക്കാതിരിക്കേണ്ടതിന്, അവരോട് പൊരുതേണ്ടതിന് ആത്മാവിൽ ബലം ധരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായി നിന്നെ നടത്തിയ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. ഇനിയും അടയാളത്തോടെ ചില പ്രവചന നിവർത്തികൾ കൂടാരത്തിനകത്ത് നിവർത്തീകരിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് ആരാധിച്ചു കയറ്. ദൈവകരം വെളിപ്പെട്.
ചൂടാബാര ബാര 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 അച്ചാരാജ ബൗഡാബാര ആത്മനിറവോടെ ആരാധിച്ചേ, ആത്മനിറവോടെ ആരാധിച്ചേ. ചൂടാബാര വൈഡമാന വൈഡമാന 6.5 മാസം മുമ്പ് അപകടത്തിനകത്ത് കുരുക്കിക്കളയാൻ ശത്രു നിനക്കെതിരെ കെണിയൊരുക്കിയത് പൊട്ടിച്ചെടുത്ത ദൈവത്തെ ഈ രാത്രി മഹത്വപ്പെടുത്തട്ടെ, ഈ രാത്രി മഹത്വപ്പെടുത്തട്ടെ. ശ്രേഷ്ഠകരമായ ചില വാഗ്ദത്ത വഴികൾ തുറന്ന് ഞാൻ നിന്നെ ആദരിക്കുന്ന ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ചൂടാവാര ഘടകസിയാര പിടിച്ചുകെട്ടി ഒതുക്കാൻ നോക്കുന്ന ശത്രുവിന്റെ നടുവിൽ ഞാൻ നിന്നെ ജയത്തോടെ നടത്തുന്ന ദൈവമാ. തുരാമാന പൗഡമാന അക്ഷരാജ പൗഡമാന ഘടകരകതന ഞങ്ങളെ പെട്ടകത്തിനകത്ത് ഒതുക്കി കളയുമെന്ന് വിധി എഴുതിയ മോശയെ പിന്നത്തേതിൽ ഒരു രാജ്യത്തിന്റെ വിടുതലിന് ഉണർവിനും ദൈവം തീ കൊണ്ട് നിറച്ചതുപോലെ അസാധ്യമെന്ന് കരുതിയ ഒരു വിഷയത്തിന്റെ മേൽ അമ്രാമേ യോക്കേബേദേ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനാ. കണ്ണുനീര് വെറുതെയല്ല, തുരുത്തിയിൽ പകരുന്നവൻ അതിനകത്ത് വിടുതലയക്കും. പ്രാർത്ഥിച്ചു കേറിക്കേ, പ്രാർത്ഥിച്ചു കേറിക്കേ. അടക ശാപത്തിന്റെ കയറുകളെ പൊട്ടിച്ചു കളഞ്ഞ് നിന്നെ ബലത്തോടെ കൊണ്ടുവന്നവന് ദാരിദ്ര്യത്തിന്റെ കയറുകളെ പൊട്ടിച്ചു കളയാൻ മതിയായവനാ. ചൂടാവാന ഘടകരകതന ആരാധനയിൽ കോട്ടകൾ തകരും. അളവ് നൂല് പിടിക്കേണ്ട ചില തലമുറകളെ കോട്ടയ്ക്കകത്ത് ഒതുക്കുന്ന യെരിഹോവിന്റെ പദ്ധതികളെ പൊട്ടിച്ച് അത് മുറിച്ച് കയറി കനാൻ ദേശത്ത് യോശുവ അളവ് നൂല് പിടിച്ച പോലെ സന്തതികളുടെ മേലുള്ള ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരികയാ. തീയറങ്ങട്ടെ, തീയറങ്ങട്ടെ. ആരാധിച്ച് ജയമെടുത്ത് കേറ്. ദൈവപ്രവൃത്തി വെളിപ്പെടുമോ? വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തീകരിക്കും. ചില വെല്ലുവിളികൾ അഴിയട്ടെ, ചില വെല്ലുവിളികൾ അഴിയട്ടെ, 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 അഴിയട്ടെ. പൂരാമാന പൗഡാമാന ആത്മനിറവോടെ ആരാധിച്ച് കയറട്ടെ. സഭ വിട്ടുകൊടുത്ത് ആരാധിക്ക്, സഭ വിട്ടുകൊടുത്ത് ആരാധിക്ക്, സഭ വിട്ടുകൊടുത്ത് ആരാധിക്ക്, വിട്ടുകൊടുത്ത് ആരാധിച്ചേ. പൂരാമാന പൗഡാമാന ഉടവാരകജല ഘടക. നീ ആരാധിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അമ്മയുടെ കുലം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ഒരാഭിചാര മണ്ഡലങ്ങളും ഒരു വിഗ്രഹത്തെ വണങ്ങിയ കുടുംബത്തിനകത്ത് നിന്ന് നിന്നെ ദൈവം പൊട്ടിച്ചെടുത്തിട്ട് ഇന്ന് നിന്നോട് ഫൈറ്റ് ചെയ്ത് നിന്നെ ഒരാഴ്ച സന്തോഷവതിയാണെങ്കിൽ അടുത്ത ഒരാഴ്ച നിന്നെ ദുഃഖിപ്പിക്കുന്ന ആ പാരമ്പര്യ പോരിനെ ഇന്ന് പകലിൽ ദൈവം വെട്ടുക, വെട്ടുക, വെട്ടി മാറ്റുകയാ. അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ചുടാഭാര മരകടകരകതല ഒരിക്കൽ ദൈവം ഉടച്ചു, പിന്നീട് ദൈവം പണിതു. ആ പണി പിന്നീട് ഇന്ന് വരെ ആർക്കും ഉടയ്ക്കാൻ പറ്റിയിട്ടില്ല. ദൈവം നിന്നെ ഒരു കഷ്ടതയിലൂടെ മോൾഡ് ചെയ്തെടുത്തു. ആ ഒരു തിളക്കവും നിറവും ഇതുവരെ മങ്ങിയിട്ടില്ല. ചുറ്റും നിന്ന് മനുഷ്യനും പിശാചും ആ തിളക്കത്തെ ഒതുക്കേണ്ടതിന് പല നിലയിൽ പോരാടിയെങ്കിലും രഹസ്യത്തിലുള്ള പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകല് വരെ യുദ്ധം ചെയ്യുന്ന കാര്യം നിന്റെ ശത്രുക്കൾക്കറിയില്ല. അവന്റെ ബലമുള്ള കരം ഇപ്പോഴും ഈ ദൂത് പറയുമ്പോഴും നിനക്ക് നിന്റെ കുടുംബത്തിനും തുണയായി നിൽക്കുകയാ. സഭ ആരാധിച്ച് കയറട്ടെ. ശത്രുവിന്റെ പദ്ധതികളെ ഉടയ്ക്കുന്നൊരു ദൈവം, ശത്രുവിന്റെ പദ്ധതികളെ ഉടയ്ക്കുന്നൊരു ദൈവം. എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാ ദൈവമക്കളും സ്വസ്ഥാനത്ത് ഒരുമിച്ച് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? വേഗത്തെ ചാടി എഴുന്നേറ്റ്. ബൈബിളൊക്കെ പിന്നെ റെഡിയാക്കി വയ്ക്കാം. എഴുന്നേറ്റെ, കണ്ണുകളടച്ചേ, കണ്ണുകളടച്ചേ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിച്ചേ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചേ. ആരും മൗനമായിരിക്കരുത്. എൻ്റെ പിതാക്കന്മാരെ, എൻ്റെ മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മോട് സംസാരിച്ചെങ്കിൽ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചോ. ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവ പദ്ധതി വെളിപ്പെടണം.
അന്തരവക്ഷര ബൗഡവരന്തര വൈഡവന അർത്തരവക്ഷ റീതലകട്ടെ ചൂടവരക്ഷര ബൗഡവന അർത്തരവക്ഷ റീതലവക്ഷ ബൗഡവരന്തര ബൗഡവന അന്തരവക്ഷ റീതലവക്ഷര ബൗഡവന അർത്തരവക്ഷര വൈഡവരന്തര വൈഡവന. ഒരു 2 മിനിറ്റ് ശബ്ദമുയർത്തി ആരാധിച്ചേ ആത്മനിറവോട് ആരാധിച്ച്
ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ, ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഈ പകച്ചില കെട്ടുകളായിരിക്കും, കെട്ടുകളായിരിക്കും. Hallelujah, 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 hallelujah. ഇത് മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ? 20 വർഷം കഴിയട്ടെ, എത്ര വർഷം കഴിയട്ടെ, 30 വർഷം കഴിയട്ടെ, 25 വർഷം കഴിയട്ടെ, നിന്നെ കെട്ടി എത്ര വലിയ കെട്ടാണെങ്കിലും അതിനെ അടിച്ചു മാറ്റി ലാബാന്റെ കോട്ടയ്ക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രബാലിന്റെ ദൈവമുണ്ട്. Oh, Jesus' name. Hallelujah. 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 ദൈവമേ, നീ പറഞ്ഞ വാക്കുകൾ നീ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല, നിന്റെ വാക്കുകളെ മറക്കുന്നവനല്ല. ഇപ്പോൾ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. Hallelujah. Jesus' name. ഇന്ന് പകലിൽ ചില നിമിഷങ്ങൾ കൂടെ ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. യാക്കോബിനെ ദൈവം അർപ്പിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ബഥേലിന്റെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാബാന്റെ കോട്ടയ്ക്കകത്ത് കിടന്ന് നീ തകർന്നു പോകാനല്ല യാക്കോബേ ഞാൻ നിന്നെ വിളിച്ചത്. നിന്നെ ഓർപ്പിക്കേണ്ടത് ഞാൻ തക്ക സമയത്ത് ഓർപ്പിക്കും. ഇന്ന് പകലും പലതും ദൈവാത്മാവ് ഓർപ്പിച്ചിട്ടും പുറത്തു വരാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഹൃദയത്തിന്റെ അകത്തലത്തിൽ സ്തോത്രം ചെയ്യ്. ഈ പ്രാർത്ഥന നിന്നെ കെട്ടിനെ പൊട്ടിക്കുന്ന മകനാ, നിന്നെ പുറത്തെടുക്കുന്ന മകനാ, നിന്റെ തലമുറയെ പുറത്തെടുക്കുന്ന, നിന്റെ കൂടാരത്തെ പുറത്തെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഈ പകൽ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാമോ? ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന ദൈവപ്രവർത്തികളെ തടയുന്ന ചില പൈശാചിക കോട്ടകൾ ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ ആത്മാവ് അടിച്ചെടുത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യ്. നിന്റെ തലമുറയെ വിട്ടുതരാതെ, ചിലത് പ്രാപിക്കാൻ കഴിയാതെ, ചിലതിനെ ഒരുക്കി കെട്ടുന്ന ആ പൈശാചിക മേഖല ഈ പകൽ വീഴട്ടെ. ദൈവത്തിന് വേണ്ടി പടക്കോപ്പുകൾ അണിയണ്ട, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യണ്ട, ദൈവത്തിന് വേണ്ടി ആവനാടി നിറച്ച് ശത്രു ഭയപ്പെടത്തക്ക നിലവാരത്തിൽ മുൻപിൽ നിൽക്കേണ്ട ജനതിനെ ഒതുക്കി കളയുന്ന ചില ലാഭന്റെ മേഖലകൾ ഈ പകൽ ആത്മാവ് വെട്ടുന്ന പകലാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ശക്തിയോടെ ഇന്ന് പകൽ ദൈവം ഉപയോഗിച്ചല്ലോ. ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം രംഗത്തുണ്ടായിരുന്നു. പിന്നെയും തുടർന്നും രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ, കർത്തദാസനെ ഇതിലും ശക്തിയോടെ ഉപയോഗിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ സ്തോത്രോപവാസത്തെ പൂർണ്ണമായും ഭാഗ്യമായി പോഷിക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുവാൻ നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയനാവുള്ളവരെ പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഹാലേലൂയാസോടും പ്രാർത്ഥനയോടും കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സഭയെ സഹായിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തയ്ക്കായി സ്തോത്രം. കടന്നു ദൈവ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്നൊരു വിടുതലിന്റെ പകൽക്കാലമാക്കി അവിടെ തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ലാബാന്യ കെട്ടുകളെ അഴിക്കുന്ന ദൈവം ഹാലേലൂയ നാളുകളായി ആ ജനത്തെ അടക്കി വച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളെ കർത്താവ് നിശ്വാസിച്ച് അതിന്മേൽ ജയം തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അവിടെ അഭിഷേകത്തിനെ അഭിഷേക ദൂതമായി ഞങ്ങളുടെ മധ്യ അയച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽക്കാലം ഒരു ദൈവത്തിന്റെ ഒരു വിടുതലിന്റെ ഹല്ലേലൂയ ഒരു പകൽക്കാലമാക്കി തീർത്ത ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്ന എല്ലാ ജനത്തെയും കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. അവിടെ എല്ലാം ഒരു വിടുതലിന്റെ പകൽക്കാലമാക്കി തീർത്തതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ബലത്തോടെ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവേ, അവിടുത്തെ കൃപ പകരുന്നതിനാൽ സ്തോത്രം. അവിടുത്തെ അഭിഷിക്ത ദൂതങ്ങളുടെ മധ്യ അയച്ചല്ലോ. ഹല്ലേലൂയ. കേൾപ്പിച്ച എല്ലാ ദൂതകൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. വർഷങ്ങളായി ഹല്ലേലൂയ ജനത്തിന് മധ്യയായി കെട്ടിയിരുന്ന ആ ലാഭാന്യ കെട്ടുകളെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ, വരവന്റെ എല്ലാ അടിമത്വത്തിൽ നിന്നും ജനത്തിന് പകൽക്കാലം അവിടുന്ന് വിടുവിച്ചെടുത്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. തന്ന സ്വാതന്ത്ര്യത്തിനായി, തന്ന ജയത്തിനായി, തന്ന വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദേവദാസനെ അനുഗ്രഹിക്കണമേ. രാത്രിയിലെ സൃഷ്ടി കർത്താവ് അഭിഷേകത്തോടെ നിർത്തിക്കൊള്ളണമേ. വലിയ വലിയ വിടുതലിന്റെ കരം അവിടെ നീട്ടാൻ പോകുന്നതിനാൽ സ്തോത്രം. മീറ്റിംഗിലിടിയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിന് ഞങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, ഞങ്ങളിപ്പോൾ അടികളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുന്നു. വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണമേ കർത്താവെ. ഞാനും രാത്രി കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ. വലിയൊരു കൂട്ടത്തെ കൂട്ടിവരുത്തണമേ കർത്താവെ. ഈ ഉപവാസ പ്രാർത്ഥനകൾ ദൈവസഭയ്ക്ക് ആശ്വാസം, അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സഹായിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. മാനവും മഹത്വം എടുക്കും വരുവിന് ഞങ്ങൾ ഒരുക്കും. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചന കേട്ട് മറുപടി അയച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരമുയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. രാത്രി കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കുടുംബമായി കടന്നു വരുവാൻ കഴിവുള്ള എല്ലാവരും, കുഞ്ഞുങ്ങളും എല്ലാവരുമായി കടന്നു വരിക. എല്ലാ പ്രിയപ്പെട്ടവരും രാത്രി യോഗത്തിലും കൃത്യമായി കടന്നു വന്ന് സമ്മതിക്കണമെന്ന് വിശേഷാൽ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.